എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ അങ്ങനെ മത്സരിക്കുകയാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തം കിട്ടിയാൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയായിട്ട് അത് ഏറ്റെടുക്കും. എനിക്കത് അതിൽ പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, സതീശൻ എടുക്കുന്ന നിലപാടുകളോടൊപ്പം നിൽക്കുന്ന നിലപാടുകളാണ് കേരളത്തിൻ്റെ ആ കാലത്തും UDF നയിക്കേണ്ടത്. CPM അല്ല, ജനസംഘാണെന്നല്ല എൻ്റെ ചോദ്യം. ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രതി ആര്? കുമാരൻ ആരാണ്? പിണറായി വിജയൻ്റെ സഹോദരനാണ്. എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് MB ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്താ കേസ് കൊടുക്കാത്തത്? ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ രീതിയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വഭാവ രീതികളോ എന്താ ബിഹേവിയറുള്ള ഒരാളല്ല കുഞ്ഞാലി സാഹിബ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ വലിയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇപ്പോഴും ഞാൻ നിൽക്കുകയാണ്. എന്താ വെച്ചാൽ ആ ഒരു ജനാധിപത്യം അദ്ദേഹം എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഒരു കാലുമക്കാല് കയറ്റി വെച്ചിട്ട് കുഞ്ഞാലി സാഹിബിന് മുമ്പിലൊന്നും ഞാൻ ഇന്നുവരെ ഇരുന്നിട്ടില്ല. ഇവിടുത്തെ RSSനെ ഇത്രയും കാലം പ്രതിരോധിച്ച് നിർത്തിയത് മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളുമല്ല. കാസയെ പ്രതിരോധിക്കുന്നതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. 10 വർഷത്തെ MLA ആയതിനു ശേഷം ഞാൻ ഇന്നുവരെ തിരുവനന്തപുരത്ത് പോയത് ഒരു മാതൃഭൂമിയുടെ പരിപാടിക്ക് മാത്രമാണ്. ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് ആ വഴിക്ക് പോയിട്ടില്ല. കോട്ടയത്ത് ഒരൊറ്റ മുസ്ലിം ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരൊറ്റ മുസ്ലിം ജയിച്ചിട്ടില്ല. ഞാനൊരു മതേതരവാദിയാണ് എന്ന് മറ്റൊരുത്തൻ തരുന്ന സർട്ടിഫിക്കറ്റിനെ ഞാൻ അതിനൊരു പുല്ലിൻ്റെ വിലയെ കൽപ്പിക്കുന്നുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച് വഷളാക്കിയിട്ട് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ബെനിഫിറ്റാണ് ഇവിടെ കിട്ടാൻ പോണത്? കേരളത്തിൽ ഒരു പരസ്പരം തിരിച്ചറിയുന്ന ഒരു സെക്കുലർ കമ്മ്യൂണിറ്റി കേരളം ഭരിക്കുന്ന അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കല ഞങ്ങൾ ആഗ്രഹം. മുസ്ലിങ്ങളെ ഭൂരിപക്ഷം ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ അജണ്ട. നമസ്കാരം. പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിക്കുന്ന പരിപാടിയാണ് പോഡ്കാസ്റ്റ്. ഒരിക്കൽ കൂടി സ്വാഗതം. എന്നോടൊപ്പം ഇന്നുള്ളത് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ KM ഷാജിയാണ്. നമസ്കാരം. നമസ്കാരം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പൊതുവെ ഏത് ബഹളത്തിൻ്റെ കാലത്തും ഭയങ്കരമായി സമവായത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നിശബ്ദതയുടെ പാതയെ സഞ്ചരിക്കുന്ന ഒതുങ്ങിയ ഒരു പാർട്ടിയാണ്. ഇത്തരം ഒതുങ്ങിയ പാർട്ടി എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു പ്രകടനത്തിൽ. പക്ഷെ അങ്ങനെയുള്ള പൊതുവായ ഒരു ക്യാരക്ടറുള്ള ഒരു പാർട്ടിയിലെ അധിക പ്രസംഗിയായ ഒരാൾ, ഒരു വഴക്കാളിയായ നേതാവ്, ഒച്ച വയ്ക്കുന്ന ആൾ, എപ്പോഴും കാലുഷ്യത്തിൻ്റെയും ആക്രമണോത്സുകതയുടെയും നേതാവ് എന്നൊരു ഇമേജ് KM ഷാജിക്ക് മാത്രമുള്ള ഒന്നാണെങ്കിൽ അതിനെ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത്? അങ്ങനെയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. ഈ ഡിപ്ലോമസി കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനകത്തൊരു കാപട്യമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഏറ്റവും ഉറച്ച, ഏറ്റവും ശക്തമായ ശബ്ദത്തിൽ ഞാൻ സംസാരിക്കും. ശരിയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യം വരണം. അത് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ സംസാരിച്ച് പോകേണ്ടത് ആണ് ശരിയെന്നാണ് എൻ്റെ ശരി. അത് പാർട്ടിയിൽ അത് എത്രത്തോളം പാർട്ടിക്ക് അപകടം ഉണ്ടാക്കുന്നില്ല എന്നതിൻ്റെ തെളിവ്, ഞാൻ പാർട്ടിയിൽ അകത്തെ ഒരു ബഹളക്കാരനാണ്, പുറത്തൊരു ബഹളക്കാരനാണെന്ന് പറയുമ്പോഴും ഇന്നുവരെയും പാർട്ടിക്കകത്ത് നിന്ന് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അവർക്കറിയാം ഞാനത് പറയണത് സത്യസന്ധമായിട്ടാണ്, സതുദ്ദേശപരമാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളുടെ ഈ തലച്ചോറും നാവും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവുക, ഇടയിൽ നിന്ന് അടങ്ങെന്ന് പറയുന്ന ആളില്ലാണ്ടാവുക എന്ന് പറയുന്നത് ഒരു കുഴപ്പമായിരിക്കാം. ഒരുപക്ഷെ ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രശ്നം. പാർട്ടിയുടെ ഈ ടോട്ടൽ ക്യാരക്ടറിനെ എങ്ങനെയാണ് KM ഷാജി കാണുന്നത്? KM ഷാജി വളരെ വോക്കലായിട്ടുള്ള ഒരു നേതാവാണ്. തലച്ചോറിൽ തോന്നുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നിയാൽ ഉറക്കെ പറയുന്ന ഒരാൾ. പക്ഷെ പാർട്ടി പലപ്പോഴും അത് പറയുന്നില്ല. പാർട്ടി ഡയറക്റ്റായി അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും സമവായത്തിൻ്റെ, കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് ഇഷ്യൂ ആക്കേണ്ട എന്ന സമീപനത്തിൽ പോകുന്നവരാണ്. അപ്പോൾ പാർട്ടിയുടെ ഈ പതിഞ്ഞ ക്യാരക്ടർ പ്രകടനത്തിലെ അല്ലെങ്കിൽ പ്രതിരോധത്തിലെ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, പാർട്ടിക്ക് ചിലപ്പോൾ അത് വേണ്ടി വരും. ഇപ്പം ഞാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷററും സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടുണ്ട്. സംഘടനാ സംവിധാനം കൊണ്ടുപോകുന്നതിനുള്ള ഒരു രീതിയിൽ ചിലപ്പോൾ നമ്മൾ കാണിക്കേണ്ടുന്ന ചില അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവും. അതാ പോസ്റ്റിലെത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാണ്. അതേ സമയത്ത് നമ്മൾ പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് പറയാനുള്ളതൊക്കെ. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പം നമ്മളുടെ ആളുകൾ വന്നിട്ട് പറയും, നീ അന്ന് പഴയ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചിരുന്ന ആളല്ല കേട്ടോ, നീ കുറച്ചുകൂടെ വന്നായിരിക്കുന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അങ്ങനെ പറയരുത്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, തെരുവിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നവൻ്റെ റെപ്രസെൻറ്റേഷൻ വേണ്ടേ? അവൻ്റെ വികാരങ്ങൾ അഡ്രസ്സ് ചെയ്യണം. നമുക്ക് പൊസിഷൻസ് കിട്ടുമ്പോൾ, നമ്മൾ പദവികൾ കിട്ടുമ്പോൾ നിശബ്ദമാവുക എന്ന് പറയുന്ന ഡിപ്ലോമസി
എനിക്ക് വശമില്ലാത്തൊരു പ്രശ്നമുണ്ട്. മുസ്ലിം ലീഗ് പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഞാൻ പാർട്ടിയുടെ സെക്രട്ടറിയാണ്, അങ്ങനെ പറയണത് ഞാൻ അങ്ങനെ ഒരാൾ പറയണം, അങ്ങനെ ആൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു ബാലൻസ് ആണ്. അതൊരു ആയിരിക്കാം, അത് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു ബാലൻസും ആയിരിക്കാം. എനിക്ക് പാർട്ടിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ആ വിഷയത്തിൽ. പാർട്ടി എന്നെ അതിൻ്റെ പേരിൽ പിന്നെ പുറകോട്ട് വലിക്കുകയോ അതല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു നോട്ടീസ് തന്നിട്ട് നീ സൂക്ഷിക്കണം എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം ഒരു വസ്തു സജീവമായി നടക്കുന്നു. മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് UDF ഒരു പ്രത്യേക ഫ്ലേവറുള്ള മുന്നണിയാക്കി അവതരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. അപ്പോഴൊക്കെയും ഒരു സമചിത്തതയുടെ ഭാഷയാണ് ലീഗ് അവലംബിക്കുന്നത്. പക്ഷേ ലീഗിനെ ആക്രമിക്കാനുള്ള കാരണങ്ങൾ KM ഷാജി സൃഷ്ടിക്കുന്നുണ്ട് എന്ന വിമർശനത്തെ എങ്ങനെ എടുക്കും? കാരണം ഇപ്പോൾ ഈ മതമാണെന്നുള്ള പ്രസംഗം, ആ പ്രസംഗത്തിന് പലതരത്തിലുള്ള അർത്ഥതലങ്ങൾ പലതരം കൽപ്പിക്കുന്നു. താങ്കൾക്ക് തന്നെ അതിൽ വിശദീകരണം ഞാൻ വായിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, താങ്കൾ നടത്തുന്ന ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്ന കടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ മുസ്ലിം ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങൾ, ഇവ പാർട്ടി ആക്രമിക്കപ്പെടാനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കപ്പെടുന്നു എന്ന പശ്ചാത്താപം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഈ ആക്രമണങ്ങളുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഒരു പരാക്രമത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ കൂടെ വലിച്ചടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പലതരം നമ്പറുകൾ അവർ പരിശോധിച്ച് നോക്കി. പിന്നെ കുറേ രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് കയറി, പിന്നെ പലതരത്തിൽ ആക്രമണങ്ങൾ നടത്തി. സജി ചെറിയാൻ ഒരു ഭാഗത്ത്, AK ബാലൻ ഒരു ഭാഗത്ത്, വെള്ളാപ്പള്ളിയെ അവർ ഉപയോഗിച്ച് നോക്കി. ഇതൊരു വെപ്രാളത്തിൻ്റെ പ്രശ്നമാണ്. ഈ മൂന്നാം ഘട്ടത്തെയും അധികാരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ 10 വർഷത്തിന് അകമുണ്ടാക്കി വെച്ച ഒരുപാട് പ്രോബ്ലംസുകൾ അവർക്കുണ്ട്. അതിന് അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ വെളിപ്പെടലുകൾ വരുമോ എന്ന ഭയമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു വെപ്രാളം അവർക്കുണ്ട്. ആ വെപ്രാളത്തിലേക്ക് എന്നെ കൂടെ വലിച്ചു വെക്കാൻ വേറെ നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രത്തെ മുഴുവൻ അവർക്ക് പരിശോധിച്ചിട്ട് KM ഷാജിയുടെ ഒരു വാക്കല്ലാതെ വേറെ അവർക്ക് കിട്ടുന്നില്ല. ആ വാക്കാണെങ്കിൽ എനിക്ക് ഒരു സ്വതന്ത്ര മനസ്സുള്ള ഒരാളുടെ മുമ്പിൽ, ഈ കൂലിത്തല്ലുകാരായ ആളുകളുടെ മുമ്പിലല്ല, സ്വതന്ത്ര മനസ്സുള്ള ഒരാളുടെ മുമ്പിൽ ഒരു മിനിറ്റ് മതി പൊളിക്കാൻ. കാരണം ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പറയാൻ എനിക്ക് പ്രയാസമില്ല. എന്ന് വെച്ചാൽ എൻ്റെ വാചകത്തെ അവർക്ക് മുസ്ലിം ലീഗിനെതിരെ ഉപയോഗിക്കാനുള്ളൂ എങ്കിൽ അവരുടെ ആക്രമണമോ അല്ലെങ്കിൽ പ്രതിരോധമോ അത്രമേൽ ദുർബലമാണ് എന്ന പരിഹാസ്യഭാവമാണ് എനിക്കുള്ളത്. അല്ലാതെ എനിക്കതിനകത്ത് അങ്ങനെ ഒരു ഗിൽറ്റി ഫീലും പിന്നെ പാർട്ടി പ്രതിരോധത്തിലായോ എന്നതില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതിൽ എനിക്ക് ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഞാനിതിന് ഭയപ്പെടണം. എനിക്ക് ആ ഭയപ്പാടേ ഇല്ല ആ വിഷയത്തിൽ. ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് UDF ഒരു കളർ ഉണ്ടാക്കാനുള്ള ശ്രമം ലീഗിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അതായത് മുസ്ലിം ലീഗിനെ നോക്കൂ, അത് എക്സ്ട്രീമിസ്റ്റ് സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലെ നേതാക്കൾ കടന്ന വർത്തമാനം പറയുന്നു. കാസർഗോട്ടേക്ക് പോലെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ 5 നേരം നമസ്കരിക്കുന്ന ഇസ്സത്തുള്ള സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തിയിരിക്കുകയാണെന്ന് പറയും. നോക്കൂ, അത് ആ പാർട്ടിയെ വർഗീയമായി ചുരുങ്ങുന്ന ലക്ഷണമാണ്. അവരാണ് അതിലെ പ്രധാന കക്ഷി. അവർക്ക് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി ബാന്ധവമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചാപ്പ, ഒരു കളറിങ് നടക്കുകയാണ്. അതിന് പല ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ലീഗിന് ഒരു അസ്വസ്ഥതയുണ്ടോ? മറികടക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞൊരു ഒരു വിചാരമുണ്ടോ? സത്യത്തിൽ അസ്വസ്ഥത ഇപ്പോൾ ലീഗിനല്ല. കാരണം ഈ ബഹളങ്ങൾ അവരുണ്ടാക്കിയത് കൊണ്ട് മുസ്ലിം ലീഗ് അതിനകത്തൊരു ഡിവൈഡ് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടുള്ള സൂക്ഷ്മത ലീഗ് പാലിക്കുന്നുണ്ട്. ഒരു കുഴപ്പക്കാരൻ എന്ന ആക്ഷേപമുള്ള ഞാൻ പോലും അതിനകത്ത് മിതത്വം പാലിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. പുതിയ കാലമാണ്. അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മന്ത്രിമാരുടെ പ്രാതിനിധ്യം അവർ പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലെ പിന്നെ ജാതി തിരിച്ച് തന്നെ കിട്ടിയിട്ടുള്ള അർഹതകളെക്കുറിച്ച് അവർ പരിശോധിക്കാൻ തുടങ്ങി. ഏറ്റവും അവസാനം നമ്മളുടെ പിന്നെ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതോടുകൂടെ, ചെറിയാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടെ ഇന്നലെ ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയകളിൽ വന്നിരിക്കുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വന്നു. അപ്പം ഒരുപക്ഷെ ചെറിയാൻ മാപ്പ് പറയുന്നത് പോലും ഈ കണക്കുകൾ പുറത്തു വരുന്നതിൽ അവർ അസ്വസ്ഥരാവുകയാണ്. നമുക്കൊരു വിഷമം ഉണ്ടാവണമെങ്കിൽ, ലീഗിന് അതിൻ്റെ അസ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ അനർഹമായ എന്തെങ്കിലും ഒന്ന് ഈ സമുദായത്തിന് വാങ്ങിക്കൊടുക്കാൻ ലീഗ് പ്രയത്നിക്കുകയോ മറ്റുള്ളവർ കണ്ടാൽ കുഴപ്പമാണ് എന്ന് തോന്നാവുന്ന ഒളിപ്പിച്ചു വെച്ച ഒരു നേട്ടം കൈവശം വെക്കുകയോ ചെയ്താലല്ലേ ലീഗിന് ഭയമുള്ളൂ. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിൽ പോലും മുസ്ലിം ലീഗ് വലിയ ബഹളങ്ങളും കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാക്കാതിരിക്കുന്നത് ഇവിടുത്തെ ഒരു സെക്കുലർ ഫാബ്രിക് ഉണ്ട്. അതിനെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന ഒന്നും അത് തകരുന്നതിനേക്കാൾ വലുതല്ല എന്ന് മുസ്ലിം ലീഗ് വിചാരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വൈക്ലഭ്യം ഇപ്പോൾ മുസ്ലിം ലീഗിനല്ല. ഇപ്പോൾ അവർ പെട്ടെന്ന് സജി ചെറിയാൻ ഈ വാക്കുകൾ വലിച്ചു പോകുന്നത് പോലും ഒരു അജണ്ടയാണ്. കാരണം ഈ ചർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. പേര് വെച്ചിട്ട് മലബാറിൽ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു തമാശ പറയാം. കോട്ടയത്ത് ഒരൊറ്റ മുസ്ലിം പിന്നെ എന്താണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരൊറ്റ മുസ്ലിം ജയിച്ചിട്ടില്ല. ജയിക്കണം ഈരാട്ടുപേട്ടയിൽ നിന്ന് പിന്നെ ജയിച്ചാൽ. പക്ഷെ അത് മുനിസിപ്പാലിറ്റിയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മലയാളിക്കുണ്ടല്ലോ. കോട്ടയത്ത് റബ്ബറാണ്, ഇവിടത്തെ പിന്നെ തെങ്ങാണ്.
അപ്പോൾ പിന്നെ റബ്ബർ പിന്നെ ക്രിസ്ത്യാനിയും പിന്നെ തെങ്ങ് മാപ്പിളയായി പോകുന്ന തരത്തിലേക്കുള്ള ചർച്ച വരെ വന്നേക്കുമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വൈക്ലഭ്യമൊന്നുമില്ല ഈ വിഷയത്തിൽ. മുസ്ലിം ലീഗിന് ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പം പണ്ട് ലീഗ് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിരുന്നില്ല. മുസ്ലിം ലീഗ് ഒരു മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനമാണെന്നുള്ള സർട്ടിഫിക്കേഷൻ എപ്പോഴും നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടുള്ളതാണ്. പക്ഷേ ഇപ്പം മാറി. പക്ഷേ ആ ആനുകൂല്യം ലീഗിനുണ്ടായിരുന്ന കാലത്ത് അന്നും ആക്രമിക്കപ്പെട്ട വേറെ സംഘടനകളുണ്ട് മുസ്ലിം സമുദായത്തിനകത്ത്. അന്ന് പക്ഷേ നിങ്ങളൊരു സേഫ് കളി കളിക്കുകയും ഒരുപക്ഷെ ആക്രമണത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു. ഇന്ന് ആക്രമണം നിങ്ങൾക്ക് നേരെ കൂടി വരുന്ന ഒരു സവിശേഷ സന്ദർഭത്തെ എങ്ങനെയാണ് നിങ്ങൾ വായിക്കുന്നത്? അവിടെ ആ ഒരു ചോദ്യത്തിൽ ഞാനൊരു പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനകത്ത് മുസ്ലിം ലീഗ് ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നത് ഞാനൊരിക്കലും അംഗീകരിക്കില്ല. മുസ്ലിം ലീഗ് ഒരുപാട് ആ തരത്തിലുള്ള ആക്രമണങ്ങൾ പിന്നെ CH മുഹമ്മദ് സാഹിബിൻ്റെ ഒറ്റ പ്രസംഗമുണ്ട്, തലമുടി നാരിയുടെ അവകാശം. മറ്റൊരു സമുദായത്തിൻ്റെ തലമുടി നാര അവകാശം ഞങ്ങൾക്കും വേണ്ട, ഞങ്ങളുടെ ഒരു അവകാശം വിട്ടുകൊടുക്കാനും തയ്യാറില്ല. NSSൻ്റെ മീറ്റിങ്ങിൽ പോകുന്ന CH അപമാനിതനായി ഇറങ്ങിപ്പോരുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. CH മുഹമ്മദ് സാഹിബ് മുഖ്യമന്ത്രിയാവുന്നു. പിന്നെ ഇവിടെ അങ്ങനെ മുഖ്യമന്ത്രിമാരുടെ കണക്കുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതൊരു വലിയ പാതകമല്ലാത്ത മുഖ്യമന്ത്രി പദമാണ്, അർഹതപ്പെട്ട ഒരു മുഖ്യമന്ത്രി പദമാണ്. ദിവസങ്ങൾക്കുള്ളിൽ CHനെ പുകച്ച് അടിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനകളാണ്. ലീഗ് അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്നീട് ചോദിക്കുന്നത് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്, അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അവകാശങ്ങൾ നേടിയെടുക്കുമ്പം പോലും ഇവിടുത്തെ ഒരു സെക്കുലർ ഫാബ്രിക്കിൽ കുഴപ്പമുണ്ടാക്കിയിട്ടല്ല നമ്മളത് നേടുന്നത്. ഞങ്ങളുടെ ഒരു പോളിസിയാണ്, മുസ്ലിം ലീഗിൻ്റെ ഒരു പോളിസിയാണ്. അതിനെ അപകടപ്പെടുത്തിയിട്ട് കിട്ടുന്ന നേട്ടങ്ങൾ ഈ അപകടത്തെക്കാൾ മെച്ചമുള്ളതല്ല. അപകടമാണ് അപകടം. അതിന് ഞങ്ങൾ വലുതായി കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കൃത്യമായിട്ട് തന്നെ പറയാം, മറ്റ് പിന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് വന്നിട്ടുള്ള എക്സ്ട്രീമിസ്റ്റുകളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബാധ്യതയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ RSSനെ ഇത്രയും കാലം പ്രതിരോധിച്ച് നിർത്തിയത് മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളുമല്ല. കാസയെ പ്രതിരോധിക്കുന്നതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതിന് സമാനമാണ്. ഇവിടെ നിന്ന് അവിവേകം വരുമ്പോൾ അവരോട് അത് അവിവേകമാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട ആദ്യത്തെ ശബ്ദം മുസ്ലിം സമുദായത്തിനകത്തു നിന്ന് തന്നെയാണ് എന്ന ബോധ്യമാണ് ഞങ്ങൾ. അത് നാളെ എന്നെക്കുറിച്ചും ഇതേ തരത്തിലൊരു ഞാൻ പോയി പെട്ടു, ഇതാ വർഗീയവാദി ഷാജിയാണെന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഞങ്ങളെ ഇങ്ങനെയല്ലേ വിളിച്ചതെന്ന് ചോദിക്കുന്ന ന്യായം കൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളിപ്പോഴും ഒരുക്കല്ല. പക്ഷേ താങ്കൾ ആക്രമിക്കപ്പെടുന്ന ഒരു വസ്തുത അവിടെ നിൽക്കുന്നു. അതിന് മതമാണ് പ്രശ്നം എന്നുള്ള പരാമർശം അടക്കമുള്ള സംഗതികൾ വരുന്നു. ഈ സർക്കാർ മാറി വന്നാലും മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് വരേണ്ടത് എന്ന് പറയുന്നു. ഇതിനൊക്കെ താങ്കൾക്കൊരു വിശദീകരണമുണ്ട്. പക്ഷെ അതിനപ്പുറം നോക്കൂ, ഇത്രയും വോക്കലായി സ്വന്തം സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്ന ഷാജിയെ കാണൂ എന്നടക്കം നിർത്തിക്കൊണ്ട് ഷാജിയെയും മുസ്ലിം ലീഗിനെയും എല്ലാം ഒരു വർഗീയ സംഘമാക്കി അവതരിപ്പിക്കുന്നതിൽ അവർക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടല്ലോ. എല്ലാവരും എല്ലാ വസ്തുതയും ചുകഞ്ഞ് പരിശോധിക്കുന്നവരുമല്ല. അപ്പോൾ അവസാനം വേട്ടനായ്ക്കൾ തേടിയെത്തി എന്നതിനെ നിങ്ങൾ രാഷ്ട്രീയമായി വായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയുന്നത്, അങ്ങനെ വേട്ടനായ്ക്കൾ തേടിയെത്തിയാലും അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു പൊതുസമൂഹം, ഒരു സെക്കുലർ സമൂഹം, ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും വളരെ ചിരിച്ചിട്ട്, ഞാൻ വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ഇവിടുത്തെ മറ്റൊരു കമ്മ്യൂണിറ്റി, ഇവിടുത്തെ ഹിന്ദു സമൂഹം, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം, അവരൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, എല്ലാവരും ആക്രമിച്ചാലും വർഗീയവാദി എന്ന് കൂട്ടമായിട്ട് പറഞ്ഞാലും ഈ നാട്ടിലെ ഒരു ഹിന്ദു സഹോദരൻ, ഒരു ക്രിസ്ത്യൻ സഹോദരൻ അത് തിരിച്ചറിയുന്ന കാലത്തുവരെ ഇവിടെ ബഹളം ഉണ്ടാക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, വീണ്ടും ഞാൻ പറയണു, ഇവിടുത്തെ ഒരു സെക്കുലർ സമൂഹത്തിനകത്ത് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കിട്ടുന്ന നേട്ടങ്ങളെ, ഞാൻ അതുകൊണ്ട് കിട്ടുന്ന പ്രശംസയെ, ഞാനൊരു മതേതരവാദിയാണ് എന്ന് മറ്റൊരുത്തൻ തരുന്ന സർട്ടിഫിക്കറ്റിനെ ഞാൻ അതിനൊരു പുല്ലിൻ്റെ വിലയെ കൽപ്പിക്കുന്നുള്ളൂ. മതേതരനായി ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ സുഖത്തിനപ്പുറമല്ല ഒരു മതേതര. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ SDP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വലിയ തർക്കം നടക്കുന്ന ഒരു സമയമുണ്ട്. അവാർഡ് പ്രഖ്യാപനങ്ങളുടെ പൂരായിരുന്നു. ഞാൻ ഒരു സ്ഥലത്തു നിന്ന് ഒരു അവാർഡ് വാങ്ങിയത് നിങ്ങൾ കേട്ടിട്ടില്ല ആ സമയത്ത്. ഇത് ഈ മതനിരപേക്ഷതയ്ക്കുള്ള പുരസ്കാരം ഒരുപാട് സംഘടനകൾ വിളിക്കും, പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടത്തും, KMCC വിളിക്കും, പുരസ്കാരം ഉണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഒരു പുരസ്കാരത്തിനും അല്ല അതെൻ്റെ ഉത്തരവാദിത്ത നിർവഹണം മാത്രമാണ്. അതിനൊരു പുരസ്കാരം വാങ്ങുമ്പോൾ സത്യത്തിലൊരു വിഷമമുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇത് എൻ്റെ മാത്രം ഒരു സംതൃപ്തിയുടെ കൂടി പ്രശ്നമാണ് ഈ പോരാട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ എത്ര ബ്രാൻഡ് ചെയ്യപ്പെട്ടാലും ഇതിനകത്ത് നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനൊന്നും എന്തായാലും കഴിയില്ല. അതിനെ എത്ര കോർണറൈസ് ചെയ്താലും കഴിയില്ല. ഞാൻ ഷാജി ഈ ടോട്ടൽ സംഗതികളെ റീഡ് ചെയ്യുന്നൊരു മാറ്റം വന്നിട്ടുണ്ടോ ചോദിക്കുക. കാരണം 2014 മുമ്പുള്ള സാഹചര്യമല്ല അതിനുശേഷം ഇന്ത്യയിലെ മുസ്ലിം മൈനോറിറ്റിക്കുള്ളത്. അവർക്ക് നേരത്തെ മുസ്ലിം സംഘടനകളുടെ വലിയ ഡിവൈഡുകളും ആഭ്യന്തര യുദ്ധങ്ങളും ശൈഥില്യങ്ങളും ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവനായും അപരവൽക്കരിക്കുന്ന രാഷ്ട്രീയ പദ്ധതികൾ എല്ലായിടത്തും അരങ്ങേറുന്ന സമയമാണ്, കേരളത്തിൽ പോലും. അപ്പോൾ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് കുറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു റീഡിങ്. ഷാജി അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. കാരണം എന്നോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തേ പഴയ പോലെ സംസാരിക്കാത്തത്, നിങ്ങളെന്തേ പഴയ പോലെ പറയാത്തത്. സാഹചര്യങ്ങളുടെ വ്യത്യാസമുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് പറയുന്ന ഒരു ഘട്ടം, ഒരു സന്ദർഭം, അത് എൻ്റെ ബോധ്യമാണ്. കാരണം അന്ന് ഇന്ത്യയിൽ നമ്മൾ പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ സമൂഹവും ഒരുമിച്ച് നിന്ന് ഫാഷിസത്തെ ചെറുക്കേണ്ടുന്ന ഒരു ഘട്ടമായിരുന്നു അത്. ആ ഘട്ടത്തിൽ ഇതിനെതിരെ ഫാഷിസ്റ്റുകൾക്ക് മരുന്നുണ്ടാക്കാൻ പോകുന്നവരെ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫാഷിസം അതിൻ്റെ ഒരു തീവ്രമായ ഭാവത്തിൽ വരുമ്പോൾ എല്ലാവരും നിശബ്ദരായി പോകുന്നൊരു ഘട്ടമുണ്ട്. ആ സമയത്ത് എടോ നീ അത് പറഞ്ഞതല്ലേ, നീ ഇത് ചെയ്തതല്ലേ എന്ന് ചോദിച്ച് മാന്തി പൊളിച്ചെടുക്കേണ്ടതല്ല കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള വിഷയങ്ങളെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ കാലം നമ്മളോട് പറയുന്ന ചില അടക്കങ്ങളും ഒതുക്കങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും നമുക്കുണ്ടായാൽ മാത്രം മതി. അത് അപ്പം നിശബ്ദനാവും. അതൊരു കീഴടങ്ങലല്ല, അതൊരു തിരിച്ചറിയലാണ്. നാളെ ഈ കാണിക്കുന്ന നിശബ്ദത ഞാൻ പാലിച്ചോളണമെന്നുണ്ടാവില്ല. എന്നെ പ്രകോപിച്ചാൽ സംസാരിപ്പിക്കേണ്ട വിഷയമല്ലത്, എൻ്റെ ബോധ്യമാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, അത് തിരിച്ചറിയുന്നുണ്ട്. പുതിയ കാലത്ത് നമ്മൾ പാലിക്കേണ്ട ചില അടക്കവും ഒതുക്കമൊക്കെ ഉണ്ട്. അതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നോക്കൂ, UDF ആക്രമിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി അത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബാന്ധവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നണിയാണ്. അത് തോൽക്കേണ്ടതുണ്ട് എന്നാണ് CPIM പറയുന്നത്. അതിനവർ പരിധി കവിഞ്ഞ പല കാര്യങ്ങളും പറയുന്നു, വ്യാജങ്ങൾ പോലും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾക്കുള്ള പൊസിഷനെ കുറിച്ചല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു നാട്ടക്കുറി വെച്ച് ഈ UDF ആക്രമിക്കുന്നു എന്നാണോ കാണുന്നത്? അതോ ജെന്യുവൻലി ജമാഅത്തെ ഇസ്ലാമി പ്രശ്നമായതുകൊണ്ട് CPIM അതിനെ എതിർക്കുകയാണ്, പണ്ടും എതിർത്ത് പോന്നിട്ടുണ്ട് എന്നതിലേക്കാണോ? അതോ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ഒരു മുസ്ലിം ആൻഡ് അതേഴ്സ് ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ടാണോ കാണുന്നത്? ഇതിനകത്ത് ഞാൻ തിരിച്ചൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിലെ ഭരണം, ഇനി വരാനിരിക്കുന്ന ഒരു 10 വർഷക്കാലത്തെ ഭരണം കൂടി ആലോചിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഏത് തരം റോളാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ടുള്ളത്? ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട് പൊളിറ്റിക്കലി. നിരവധി പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാനാവാത്തതിനപ്പുറമുള്ള പ്രശ്നങ്ങൾ. വലിയ കൊള്ളകൾ നടക്കുന്നു, നമ്മളുടെ എല്ലാ സെക്ടറുകളിലും അതിഭീകരമായ അഴിമതി നടക്കുന്നു. ഓരോ ദിവസവും വരുന്ന കഥകൾ. ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ വായിക്കുന്ന എന്താണ്, 4000 ചില്ലാനം ഗ്രാം സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയിട്ട് 400 കിലോ ഗ്രാമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്ന കോടതിയുടെ കണ്ടെത്തലാണ്. ദിവസവും വരുന്നത് കൊള്ള, അഴിമതി, രാഷ്ട്രീയത്തിലെ സ്വജനപക്ഷപാതം. നിങ്ങൾ സംവരണം എന്നൊക്കെ പറയുന്നത് അട്ടിമറിക്കപ്പെട്ടു പോയതിനെക്കുറിച്ച് ഭീകരമാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം നടത്തിയ നിയമനങ്ങൾ 100 കണക്കിനാണ്. അത് സ്ഥിരപ്പെടുത്താൻ പോവാണ്. കള്ള നിയമനം നടത്തുമ്പോൾ സംവരണം ഉണ്ടാവില്ലല്ലോ, സ്ഥിരപ്പെടുത്തുമ്പോഴോ തീരെ ഉണ്ടാവില്ല. 10,000-കണക്കിന് നിയമനങ്ങൾ നടക്കുന്നു. ഞാനത് വിശദീകരിച്ച് പറയാൻ നിന്നാൽ മണിക്കൂറുകൾ വേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഈ എന്നെ ഒരു TV ചർച്ചയിൽ പോയിട്ട് എന്നോട് ചോദിക്കുന്നത് LGBT കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എനിക്കൊരു തമാശ തോന്നി. എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് കിട്ടിയിട്ട് അതിനെ വൈറലാക്കുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യാം. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ആഘോഷിക്കുകയോ കൊണ്ടു നടക്കുകയോ ചെയ്യാം. എൻ്റെ ചോദ്യം അതല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഇവരുടെ റോൾ എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റോൾ അറിയാലോ. കേരളത്തിലൊരു പഞ്ചായത്തിൻ്റെ ഭരണവും ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലില്ല. മുജാഹിദിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ, അവർക്ക് കുറേ ഗ്രൂപ്പുകളുണ്ട്, എന്താ അവരെക്കുറിച്ച് പറയാനുള്ളത്? സുന്നികളെക്കുറിച്ച് സംസാരിക്കൂ. ഒരു ജാഥ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വന്നു, ഒരു ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോയി, ദക്ഷിണ കേരളയുടെ സമ്മേളനം മെനഞ്ഞാന്ന് കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കൂ. അതൊരു വലിയ ആൾക്കൂട്ടമാണ്. ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച് വഷളാക്കിയിട്ട് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ബെനിഫിറ്റാണ് ഇവിടെ കിട്ടാൻ പോണത്? ഇത് എന്നെ പഴപ്പിക്കാനല്ല, കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ പിടിക്കാനുള്ള ഒരു അപകടം പിടിച്ച ശ്രമമാണ് യഥാർത്ഥത്തിൽ. ഈ ശ്രമത്തിന് നിന്നു കൊടുക്കരുത് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അതിനകത്ത് താങ്കൾ കുറച്ചുകൂടി ക്ലിയറായി മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഈ ടേം ഒരു മുസ്ലിം വിരുദ്ധ പ്ലാൻ്റെ ഒരു ഉപകരണമാണെന്നാണോ? അല്ല, അത് കൃത്യമായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സ്ഥിരം പറയുന്ന ഉദാഹരണമുണ്ട്. പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ കൂളായിട്ട് തല്ലിക്കൊല്ലുക. അതാണ് ആദ്യം പറഞ്ഞു വെക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര കുഴപ്പം, അപകടം പിടിച്ച സംഭവം എന്ന് ആദ്യം പറഞ്ഞു വെച്ചു. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് രണ്ടാമത് പറയുന്നത് എന്താണ്? എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, തീർന്നു.
മൈക്രോ മൈനോട്ട് കമ്മ്യൂണിറ്റിയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും അവകാശവാദം ഉന്നയിക്കണില്ല. ഞങ്ങൾ ഭയങ്കര സംഭവമാണ് കേരളത്തിൽ. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതല്ല ലക്ഷ്യം. അതിനെ ഇവർ മറ്റുള്ളവരെ അടിക്കാൻ ഉപയോഗിക്കുന്നൊരു വഴി മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് അപകടം പിടിച്ചൊരു അജണ്ടയും സത്യസന്ധമല്ലാത്തതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വളരെ ആസൂത്രിതമായ ഒരു സംഘീയ അജണ്ടയുണ്ട്. അത് ഇന്ത്യ മുഴുവൻ പലതരത്തിലാണ് പ്രയോഗിക്കപ്പെടുന്നത്. ആ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ആക്ഷേപമില്ല. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ മീഡിയ കൊണ്ട് റിപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്, പാലക്കാട്ട് ഒരു സ്ഥലത്ത് എന്നോട് മറന്നുപോയി, പിന്നെ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മത്സരിച്ച ഒരു വാർഡിൽ വോട്ടെണ്ണി നോക്കുമ്പോൾ ഒറ്റ വോട്ടാണ് CPM-ൻ്റെ സ്ഥാനാർത്ഥിക്ക്. അവസാനം വോട്ട് ചെയ്ത ആൾ വന്നിട്ട് പറഞ്ഞു, ഇത് ഞാനാ ചെയ്തു പോയതാണ്, അരിവാൾ ചുറ്റിക കണ്ടപ്പോൾ അറിയാതെ ചെയ്തു പോയതാണ്. അവിടെ ജയിച്ചത് LDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയണില്ലേ, അവർ പറയേണ്ടിയിരുന്നത് SDP എന്നാണ്. പക്ഷേ കേരളത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ, അഴീക്കോട് മണ്ഡലത്തിൽ ഞാൻ പറയാം, പാപ്പിനിശ്ശേരി SDPI ജയിച്ച വാർഡിൽ 74 വോട്ട്, അഴിയൂർ SDPI ജയിച്ച വാർഡിൽ 8 വോട്ട് CPM-നാണ്, മറ്റൊരു വാർഡിൽ 10 വോട്ട്. പിന്നെ വളപട്ടണത്ത് SDPI ജയിച്ച വാർഡിൽ 64 വോട്ട്. അപ്പോൾ കേരളത്തിൽ ഉടനീളം SDP-യുമായി വോട്ട് സഖ്യം ഉണ്ടാക്കി ജയിച്ചു വന്ന കണക്ക് ഞാനൊരു ഡിബേറ്റിൽ പറയാം. ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിലെടുത്ത സമീപനം എങ്ങനെയാണ്? സ്വതന്ത്രമായിട്ടാണ് മുക്കം തൊട്ടടുത്തല്ലേ മത്സരിച്ചത്. LDF ഉണ്ടോ? UDF ഉണ്ടോ? അല്ലല്ലോ. ചിലയിടങ്ങളിൽ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്, ചിലയിടങ്ങളിൽ LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്നത് അതിൻ്റെ ഒരു മെറിറ്റിലല്ല ഡിസ്കസ് ചെയ്യുന്നത് ജമാഅത്ത് എന്ന പേര് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അപകടപ്പെടുത്താൻ അവർക്ക് കിട്ടിയ ഒരു പ്രയോഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അതാണ് ഞാൻ പറയുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും പലതരത്തിലുള്ള എന്താ പറയുന്നത് സംഘടനകളും ധാരകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഇവർ തന്നെ വിമർശിക്കുന്നവർ പറഞ്ഞത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ പറയുന്നത്, കമ്മ്യൂണിറ്റി അല്ല എന്നാണ്. സമുദായം അതിനെ എടുക്കുന്നത് എങ്ങനെയാണ്? മറിച്ച് താങ്കൾ പറയുന്നത് പോലെയാണോ? എനിക്ക് ഇപ്പോഴത്തെ അവരുടെ അജണ്ട ഫലവത്താവുന്നു എന്ന അഭിപ്രായമില്ല. കമ്മ്യൂണിറ്റി ആ സെൻസിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നേ ഇല്ല. കാരണം കമ്മ്യൂണിറ്റി ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷേ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു തലമുറയാണ്. എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചു. കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളൊക്കെ പഴയ പോലെ ഒന്നും അങ്ങനെ നിങ്ങൾ മീഡിയ മുറിയിൽ നിന്ന് പറഞ്ഞാലും ഞങ്ങൾ രാഷ്ട്രീയക്കാർ തെരുവിൽ പ്രസംഗിച്ചാലൊന്നും അപ്പടി വിഴുങ്ങുന്ന കുട്ടികളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ നമ്പർ അത്രമേൽ ഫലവത്താവുന്നില്ല എന്നെൻ്റെ വിശ്വാസം. അത് എല്ലാത്തിനും ചില നമ്പറുകൾ ചില കാലത്ത് ഇങ്ങനെ എക്സ്പയർ ആകുമല്ലോ. ഇത് ഏകദേശം ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒച്ചപ്പാടും ഞങ്ങൾ ഉണ്ടാക്കില്ല, അത് ലീഗിൻ്റെ ഒരു സ്വഭാവമാണ്, അതിൻ്റെ ക്യാരക്ടറാണെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിലൊന്നാണ്, UDF-ലെ ഏറ്റവും വലിയ ശാക്തിക കേന്ദ്രത്തിലൊന്നാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ന്യായമായ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാം. ഇപ്പോൾ ജോസ് കെ മാണി പോലും LDF-ൽ കൂടുതൽ സീറ്റ് ചോദിക്കാൻ പോവാണ്. അപ്പോൾ അത് പ്രാദേശിക കക്ഷികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടാം നിര കക്ഷികൾക്ക് കൂടുതൽ സീറ്റ് ചോദിക്കാൻ കഴിയുന്ന സാഹചര്യം ലീഗിന് ചോദിക്കാം. ലീഗിന് പുതിയ പദവികൾ ചോദിക്കാം. ഇവയൊക്കെ ഇപ്പോഴത്തെ ഈ ബഹളത്തിൽ നിങ്ങളെ ഒന്ന് അറപ്പിക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ചോദിക്കാൻ? ഒരിക്കലുമില്ല. ഞങ്ങളതിൽ ഭയപ്പെടുന്നില്ല. കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വളരെ ശക്തമായിട്ട് വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തിയതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ എന്നാണ്, അല്ലാതെ പിടിച്ചെടുക്കുക എന്നുള്ളതൊന്നുമല്ല. അതിലൊക്കെ ഞങ്ങൾ ഉറച്ചു തന്നെയാണ്. അതൊക്കെ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനാണ് ജനാധിപത്യം, അല്ലാതെ കൊടുവാൾ എടുത്തു പോയിട്ട് വേക്കുന്ന വെട്ടി വാങ്ങാനല്ല. ജനാധിപത്യത്തിൽ വോട്ട് ചെയ്തിട്ട് തരാൻ തന്നെയാണ്. ഇവിടെ ലീഗ് ഇതിനേക്കാൾ കുറേ കൂടെ സേഫായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ അനാവശ്യമായ സീറ്റുകൾ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ സീറ്റുകളിൽ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ യോജിച്ച്, ഇപ്പം UDF എന്ന് പറയുന്ന ഒരു കക്ഷിക്കകത്ത് പുതിയ കക്ഷികൾ വരികയാണെങ്കിൽ, ഞങ്ങളിപ്പോൾ സീറ്റ് വിഭജനത്തിൽ പോലും ഞങ്ങൾ ഇപ്പോഴും കരുതുന്ന ഒരു കാര്യം എന്താണ്, ഞങ്ങൾ കോൺഗ്രസ്സിനെ അറിയിച്ചിട്ടുണ്ട്, പുതിയ കക്ഷികൾ വരികയാണെങ്കിൽ കോൺഗ്രസ് സഫർ ചെയ്യുന്ന പോലെ ഞങ്ങളും സഫർ ചെയ്യും. അതൊന്നും പോരാ, ഞങ്ങളിത് വാങ്ങും, ഞങ്ങൾ ഇവിടുന്ന് ജയിച്ചേ മതിയാവൂ എന്നൊന്നും ഞങ്ങൾ വാശി പിടിക്കാറില്ല. ഞങ്ങളൊരു സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്ത് പോകുന്നൊരു പാർട്ടിയല്ല. കാരണം ഞാനിപ്പോഴും പറയണത്, കേരളത്തിൽ ഒരു പരസ്പരം തിരിച്ചറിയുന്ന ഒരു സെക്കുലർ കമ്മ്യൂണിറ്റി കേരളം ഭരിക്കുന്ന അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കലാണ് ഞങ്ങൾ ആഗ്രഹം. മുസ്ലിങ്ങളെ ഭൂരിപക്ഷം ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ അജണ്ട.
അതല്ല എന്നത് തെളിയിക്കാൻ കുറേ കണക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ബാലൻ ഞാനൊരു മുസ്ലിം സുഹൃത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് പറയുന്ന പോലുള്ള ഒരു ചീപ്പ് അല്ല, ഞാൻ ചോദിക്കുന്നത് റെപ്രസെന്റേഷനെ കുറിച്ചാണ്. റെപ്രസെന്റേഷനെ കണക്കെടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ചോദിക്കാറില്ലെന്നാണ് ഞാൻ പറയണത്. ചോദിക്കാതിരിക്കുന്നതിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ എണ്ണം കൊണ്ട് കുറേ ആളുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല. നമുക്ക് നമ്മളുടെ ചില ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ട്. ആ ന്യായം എല്ലാവരെയും ബോധ്യപ്പെടുത്തി എല്ലാവരുടെയും കൺസെൻറ്റോടുകൂടെ തന്നെ ലഭിക്കാവുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാട് രൂപപ്പെടുത്തിയെടുക്കുന്നതിലാണ് ഞങ്ങൾക്ക് താല്പര്യം, പിടിച്ചു വാങ്ങുന്നതിലല്ല. പിടിച്ചു വാങ്ങേണ്ട ഘട്ടം വന്നാൽ അവിടെ തീർച്ചയായിട്ടും ഞങ്ങൾ അറബി ഭാഷാ സമരം പോലെയൊക്കെയുള്ള സമരങ്ങളിൽ ഞങ്ങൾ പിടിച്ചു വാങ്ങിയ അവകാശങ്ങളുണ്ട്. അതല്ലാത്തിടത്തോളം നമ്മളിതിനെ കുഴപ്പമുണ്ടാക്കി വാങ്ങേണ്ടത്. അതാണ് ഞങ്ങളുടെ പോളിസി. ഞങ്ങളതുകൊണ്ടാണ് ഒരു സമവായത്തിൻ്റെ രാഷ്ട്രീയം, ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ രാഷ്ട്രീയമൊക്കെ ആയിട്ട് ലീഗിന് അറിയപ്പെടുന്നത്. പലരും പറയുക മണഗുണാഞ്ചൻ രാഷ്ട്രീയം എന്നൊക്കെ പലപ്പോഴും പറയുകയും ഞങ്ങളുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് ആ ആക്ഷേപം ഞങ്ങളതിലത്തെ ഗൗരവത്തിലെടുക്കുന്നില്ല. ഇപ്പം നോക്കുക, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ടും ചിലപ്പോൾ അത് കഴിഞ്ഞുമ്പോൾ അദ്ദേഹം വർത്താനം പറയും, വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ ആക്ഷേപം നടത്തുന്നു, ലീഗ് ഒന്നിനും സമ്മതിക്കുന്നില്ല, നോൺ മുസ്ലിം ഓർഗനൈസേഷൻസിനെയും നേതാക്കളെയും ഒന്നും അവർ അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ വിദ്വേഷ പ്രചരണം നടത്തുന്നു. ലീഗ് അതിനോട് പൊതുവെ സമചിത്തതയുള്ള സമീപനം സ്വീകരിക്കുന്നു. പലപ്പോഴും മറുപടി പോലും പറയുന്നില്ല. ലീഗ് മറുപടി പറയാത്തത് ഞങ്ങളല്ല അതിന് മറുപടി പറയേണ്ടത്, ഞങ്ങൾ പറഞ്ഞാൽ അത് വഷളാവും. പക്ഷേ അപ്പോൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മറ്റുള്ളവർ മറുപടി പറയണമല്ലോ. അങ്ങനെ മറുപടി പറയാൻ കോൺഗ്രസിൽ തന്നെയും നേതാക്കൾ പലരും ഭയപ്പെടുകയാണ്. ആകെ കൂടി സംസാരിക്കുന്നത് സതീശൻ മാത്രമാണ്. ബാക്കിയുള്ളവർ അതിനോട് ഈ നേരത്തെ പറഞ്ഞ പോലെ അഴകുഴമ്പൻ സമീപനം എടുക്കുകയാണ്. നിങ്ങൾ മൗനം അവലംബിക്കുമോ ആ ശബ്ദവും കൂടി ഏറ്റെടുക്കാൻ ബാധ്യതയുള്ളവർ, മുഖ്യധാര രാഷ്ട്രീയക്കാർ, നേതാക്കൾ, അവർ നിശബ്ദരാകുന്നതിൽ നിരാശയുണ്ടോ? അല്ല, അങ്ങനെ ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ആ കോൺഗ്രസിനകത്ത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തുള്ള വിശാലമായ ജനാധിപത്യ ബോധം വെച്ച് പുലർത്തുന്ന, അവർക്കിടയിൽ തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായാലും അതൊരു ജനാധിപത്യപരമായി വകവെച്ച് കൊടുക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിനകത്തുള്ള എല്ലാവരെയും ഒരേപോലെ നിർത്താനൊന്നും ഞങ്ങൾ പുറത്തു നിൽക്കുന്നൊരു പാർട്ടിക്ക് കഴിയില്ല, ഉറപ്പാണ്. ഞങ്ങൾ നോക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്തു പറയുന്നു എന്നാണ്. പ്രതിപക്ഷ നേതാവ് ഇതിലെടുക്കുന്ന സമീപനങ്ങൾ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. അദ്ദേഹത്തിൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ളൊരു ഒരാളാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത ആളുകളാണ്. അപ്പോഴേക്കാണല്ലോ നമുക്ക് മനുഷ്യന്മാരെ തിരിച്ചറിയാനാവും. അയാൾക്ക് പിന്നെ സെക്കുലർ സമൂഹത്തിനകത്ത് നിൽക്കുന്നത് ഒരു കാപട്യ ലേശമന്യാണ്. അദ്ദേഹത്തിന് ഒട്ടും അതിൽ ഒരു ഡിപ്ലോമസി അല്ല, അത് അയാളുടെ ജീവിതമാണ്. ഞാനത് അടുത്തിരുന്ന് കണ്ട ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകളിൽ ഞങ്ങൾ സംതൃപ്തരാണ്. കോൺഗ്രസിനകത്ത് മറ്റുള്ളവർ മിണ്ടിയില്ലേ, ഇയാൾ പറഞ്ഞില്ലെന്ന് ചോദിക്കാത്തത് അവരൊന്നുമല്ല പ്രതിപക്ഷ നേതാവ് എന്നതുകൊണ്ടാണ്. പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിലെടുക്കുന്ന നിലപാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാടായിട്ട് UDF-നകത്ത് വരേണ്ടത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. എന്നുവെച്ചാൽ ഈ മാറിയ കാലത്ത് മാറിയ സാധ്യതകൾ, മാറിയ വെല്ലുവിളികൾ, ഇവയെല്ലാം അഭിമുഖീകരിക്കുന്നതിലും മറികടക്കുന്നതിലും ഗംഭീരമായ ഒരു നായകത്വം VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഉണ്ടാവണം എന്നാണ് ലീഗും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ രാഹുൽ ഗാന്ധി ഒരു പരിധി വിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു ലീഗുകാരൻ തന്നെ എന്നെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ വളരെ നേരത്തെ രാഹുൽ ഗാന്ധിയെ പലരും പപ്പു എന്ന് വിളിച്ച് പറയുമ്പോൾ കോൺഗ്രസ്സിനകത്തുള്ളവർ പോലും അദ്ദേഹത്തെ ട്രോളുന്ന കാലത്തും ഞാൻ അദ്ദേഹമായി നടത്തിയ ഒരു ഡിസ്കഷൻ മുതലാണ്. നമ്മൾ ഒരിക്കലും ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ അഭിപ്രായം, എൻ്റെ തോന്നലുകൾ ഞാൻ പിന്നെ അപ്പോഴും പറയാൻ തുടങ്ങിയത്. അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനവും ആദരവും ഒക്കെ തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എടുക്കുന്ന സമീപനങ്ങളിലെ സത്യസന്ധതയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയായി തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ VD സതീശൻ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിൽക്കുന്നത്. ശരിക്കെന്താണോ അദ്ദേഹത്തിൻ്റെ മിനിയേച്ചറാണ്. രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ടാണോ ഞാനടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്നത്, അങ്ങനെ അംഗീകരിക്കാവുന്ന സകലമാന ഗുണങ്ങളും ഇന്ന് സതീശൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ്റെ കൂടെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനതിൻ്റെ ഒരു തുടർച്ച ഉറപ്പാക്കാൻ ചോദിച്ചത്, ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ശേഷവും ആ നായകത്വത്തിൻ്റെ തുടർച്ച ലീഗിലെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോന്നാണ്. തീർച്ചയായിട്ടും ലീഗ് ആഗ്രഹിക്കുന്നു. ലീഗ് അത് വേണ്ടെന്ന് പറയേണ്ടത് കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ തീർച്ചയായിട്ടും അവർ നിന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് ചുറ്റുപാട്. ഒരു കാര്യം ഉറപ്പാണ്, സതീശൻ എടുക്കുന്ന നിലപാടുകളോടൊപ്പം നിൽക്കുന്ന നിലപാടുകളാണ് കേരളത്തിൻ്റെ ആ കാലത്തും UDF-നെ നയിക്കേണ്ടത്. അത് ആരെന്നുള്ളത് അവർ തീരുമാനിക്കണം. ഞാൻ അവരുടെ ഉള്ളിലേക്ക് കിടക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഈ നിലപാടുകൾ ഉണ്ടാവണം. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ അഴാകുഴ എടുക്കുകയും ചിലരെക്കുറിച്ച് പറയുമ്പോൾ നിശബ്ദമാവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളല്ല ഈ വിഷയത്തിൽ വരേണ്ടതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്.
ശരി, CPM-ന്റെ ഒരു പൊസിഷൻ ചേഞ്ചിനെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. ആ CPM-ന്റെ പൊസിഷൻ ചേഞ്ചിനെയും ആഞ്ഞാക്രമിക്കുന്ന ഒരു നേതാവ് KM ഷാജി മാത്രമാവുകയും മറ്റുള്ളവർ ഒരു മിത സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? ആ ഡിഫറൻസ് എങ്ങനെ ഉണ്ടായത്? പാർട്ടി പൊതുവെ സമവായത്തിൻ്റെയും സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാത, അങ്ങനെയാണെങ്കിൽ KM ഷാജി ആ പാത എടുക്കുകയല്ലേ വേണ്ടത്? താങ്കളൊരു ഒരു എന്താ വളരെ അഗ്രസീവായി CPM-നെ സമീപിക്കുകയും മറ്റു നേതാക്കൾ അങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഡിഫറൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? CPM-ആയിട്ട് എൻ്റെ ഒരു വിയോജിപ്പ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഐഡിയോളജിക്കലായിട്ട് വിയോജിപ്പാണ്. CPM അപകടകരമായ പ്രവണതകൾ സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഏറ്റവും അടുത്തൊരു കാര്യം ഞാൻ പറയും, പി പോക്കർ നമ്മൾ ഓർക്കാട്ടിരിക്കാരനായ പി പോക്കറാണ്. അദ്ദേഹം ഞാൻ അറിയുന്ന കാലത്ത് കോഴിക്കോട് ഇങ്ങനെ വന്ന് ടൗൺ ഹാളിലെ പ്രസംഗങ്ങളും കേട്ട് കിടക്കുന്ന വിദ്യാർത്ഥി കാലം മുതൽ പോക്കറിനെ എനിക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൽ അയാൾ പറയുന്നത് വയ്യ നിൽക്കാൻ എന്നാണ്. ഇവരുടെ ഈ സവർണ ബോധം ഞങ്ങളെയൊക്കെ നിരാകരിച്ചു എന്ന് പച്ചക്ക് പറയാണ്. ഇപ്പോൾ CK ജാനുവിനെ കുറിച്ച് ഒരു ലെഫ്റ്റ് കണ്ണൂർക്കാരനായിട്ടുള്ള ഒരാൾ എഴുതിയൊരു ഒരു കുറിപ്പ് ഞാൻ ഇന്ന് വായിച്ചു. CK ജാനുവിനെ UDF-ൽ എടുക്കണമെന്ന് പറയാൻ സണ്ണി കബിക്കാടിന് ഒരു സീറ്റ് കൊടുക്കും എന്ന് വിചാരിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയാവസ്ഥ UDF-നകത്ത് ഉണ്ടാവുന്നത് കോൺഗ്രസിൻ്റെ എന്ത് കുഴപ്പങ്ങൾ പറയുമ്പോഴുമുള്ള ഒരു ജനാധിപത്യ ബോധത്തിൻ്റെയും ഒരു കൂട്ടായ്മയുടെയൊക്കെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. പതുക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ ഒരു പ്രസംഗത്തിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഹൈഡ് ചെയ്യുന്ന മതമാണ് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞ പ്രസംഗത്തിൽ ഹൈഡ് ചെയ്തൊരു പ്രധാന പോയിൻ്റ് ഉണ്ട്. ഞാൻ 3 സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒന്ന് പൊന്നാനി, ഒന്ന് നമ്മളുടെ തലശ്ശേരി, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ. ഈ കൊടുങ്ങല്ലൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യം വന്നു. ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞു, നിങ്ങൾ തലശ്ശേരി മാത്രം പരിശോധിച്ചോ. തലശ്ശേരിയുടെ സർഗാത്മകമായ ഒരു തറവാടുകളുടെയും അവരുടെ കൂട്ടായ്മയും അവരുടെ പാട്ടുകളും സംഗീതങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്ന തലശ്ശേരിയുണ്ട്. തലശ്ശേരിയുടെ സായനങ്ങൾക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളറിയോ, തൊട്ടടുത്ത നാദാപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തലശ്ശേരിയിലടക്കമുള്ള ബിസിനസ് അങ്ങോട്ട് മാറുകയാണ്. അവിടുത്തെ ഫുഡ് ഹബ്ബ് മാറുകയാണ്. തലശ്ശേരി ഉണങ്ങിപ്പോവാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഒരു സമൂഹത്തിനകത്തേക്ക് കയറി അവരെ നിശബ്ദമാക്കുന്നത്? അവരുടെ നൈസർഗികമായിട്ടുള്ള അവരുടെ സർഗാത്മകമായിട്ടുള്ള അവരുടെ ചലനങ്ങളിൽ എങ്ങനെ ഇടപെടുന്നത് എന്നത് ഞാൻ നിരീക്ഷിക്കുന്ന എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഞാനത് പൊന്നാനിയിൽ കാണുന്നുണ്ട്, ഞാനത് തലശ്ശേരിയിൽ കാണുന്നുണ്ട്. ഞാൻ CPM-നെ വെറുതെ കയറി എതിർക്കാൻ നിൽക്കല്ല. CPM പതുക്കെ നമ്മളുടെ ഒരു സാമൂഹ്യ സഹജീവനത്തെ, നമ്മളിലുണ്ടാക്കാവുന്ന ഈ എല്ലാം മറന്നിട്ടുള്ള നമ്മളുടെ പാരസ്പര്യത്തെ അവർ തകർത്ത് കളയുന്നുണ്ട്. അതവരുടെ ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. എനിക്ക് കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല CPM-ആയിട്ട് എൻ്റെ വിയോജിപ്പ്. ആ വിയോജിപ്പുകളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ SFI ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾ ഈ സകലമാന സാമൂഹ്യ ചുറ്റുപാടുകളെയും ലംഘിച്ചിട്ട് നിങ്ങൾ ഈ കെട്ടുപാടുകൾ വലിച്ചെറിയൂ. കെട്ടുപാടുകൾ വലിച്ചെറിയുക എന്നുള്ളതല്ല ഒരു മെച്ചുറായ കമ്മ്യൂണിറ്റിയുടെ ലക്ഷണം. ചില കെട്ടുപാടുകൾക്കകത്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മളൊരു രാജ്യത്തിലെ പൗരന്മാരായി നിൽക്കുമ്പോൾ എന്തെല്ലാം കെട്ടുപാടുകൾ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പം അതിനെ പൊട്ടിച്ചെറിയുക എന്ന് പറയുന്ന ഇത് മുതലുള്ള നിരവധി ആശയ രീതികളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ അത് കുറച്ച് രൂക്ഷമാവും. പിന്നെ അതെന്തായെന്ന് വെച്ചാൽ എന്നെ വ്യക്തിപരമായ ആക്രമണങ്ങളായി. ഞാൻ അനുഭവിച്ച ദുരന്തങ്ങൾക്ക് കണക്കില്ല. എൻ്റെ കുടുംബത്തെ ഒരു തരത്തിലും ബന്ധമില്ലാത്ത കുടുംബത്തെ വരെ പ്രതികാരം നിർത്താൻ വേണ്ടിയിട്ട് വലിച്ചഴച്ച് കൊണ്ടുപോയി. എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് കയറി ആക്രമിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പിണറായിലെ വീട് കയറി ആക്രമിച്ചിട്ടില്ല. പക്ഷേ എന്നെ ഏതെല്ലാം തരത്തിൽ പീഡിപ്പിച്ചു. അപ്പം കീഴടങ്ങി കൊടുക്കാതിരിക്കാനുള്ള കുറച്ചുകൂടി അഗ്രസീവായ തിരിച്ചുള്ള ആക്രമണത്തിലേക്ക് ഉണ്ടാവും. അതായിരിക്കും നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവുക. മറ്റതൊക്കെ എൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്. മറ്റത് ഞാൻ അനുഭവിച്ച ഒരാളാണ്. എന്നെ എല്ലാവരെയും നിശബ്ദരാക്കുന്ന പോലെ നിശബ്ദനാക്കി നിന്നു കൊടുക്കാൻ എനിക്കൊരാഗ്രഹമില്ല. കാരണം എനിക്കറിയാം, എനിക്ക് ഓരോ ദിവസവും പോലീസിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ വണ്ടി മാറണം, ശ്രദ്ധിക്കണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, KM ഷാജിയെ മുന്നിൽ കിട്ടുമ്പോൾ ചോദിക്കണം എന്ന് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ആർക്കും തോന്നുന്ന ഒരു ചോദ്യം, ഈ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലും അല്ലെങ്കിൽ പാർട്ടി അകത്തെയും പുറത്തെയുള്ള സമീപനങ്ങൾ KM ഷാജിയും PK കുഞ്ഞാലിക്കുട്ടിയും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരാണോ? നിങ്ങൾക്കിടയിൽ വല്ല പ്രശ്നമുണ്ടോ? സത്യത്തിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം കുഞ്ഞാലി സാഹിബിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അദ്ദേഹം വളരെ പക്വതയോടെ, ഞാനീ പറയുന്ന പോലെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഞാനീ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ രീതിയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്വഭാവ രീതികളോ
പിന്നെ എന്താ ബിഹേവിയർ ഉള്ള ഒരാളല്ല കുഞ്ഞാലി സാഹിബ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ തരത്തിൽ സംഘർഷങ്ങളുണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ വലിയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇപ്പോഴും ഞാൻ നിൽക്കുകയാണ്. എന്താ വെച്ചാൽ ആ ഒരു ജനാധിപത്യം അദ്ദേഹം എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. വിമർശിക്കാനുള്ള എതിർക്കുക. നിങ്ങൾ വിചാരിക്കണ പോലെ പുറത്ത് കാണുന്നവരെ ഞങ്ങൾ യോഗങ്ങളിൽ വലിയ വർത്തമാനങ്ങളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വലിയ തർക്കങ്ങളുണ്ടാവും. ചിലപ്പോഴൊക്കെ അദ്ദേഹം വൈകാരികമായിട്ട് വലിയ ഫീലിങ്ങുകൾ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കും, സീരിയസ് ആയി എടുക്കരുത്, കുഴപ്പമാക്കി എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ എനിക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് പോയിട്ട് ഉറങ്ങാൻ കഴിയില്ല. എൻ്റെ പ്രശ്നം അതാണ്. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ചില പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നപ്പോഴൊക്കെ പറഞ്ഞു, ഷാജിയാണെങ്കിൽ എന്താ ഒരു ഗുണമുണ്ട്, നേർക്കേറെ പറയും, പക്ഷെ അവിടെ തീരും. വേറെ ചില ആളുകൾ ഇത് വേറെ തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു എപ്പോഴും യോജിച്ചാണെന്ന് ഡിപ്ലോമസിയിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് പരിധി വിട്ടു പോകാറില്ല. കുഞ്ഞാപ്പ CPM-നോട് കുറച്ചുകൂടെ ലൗഡ് ആവണമെന്ന അഭിപ്രായം ഷാജിക്കുണ്ടോ? അതാണോ അകത്ത് പറയാറുള്ളത്? അല്ലല്ല, അത് മാത്രമൊന്നുമല്ല, പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പലതരം സമീപനങ്ങളൊക്കെ ഞാൻ പറയും അത് ശരിയല്ല. അദ്ദേഹം പക്ഷേ വളരെ സൗമ്യമായ തരത്തിൽ നോക്കും. ഞാൻ പറയും അങ്ങനെ പോരാ എന്നൊക്കെ പറയും. CPM ആയിട്ടുള്ള വിഷയത്തിൽ ഞങ്ങൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ന്യായമുണ്ട്. എന്തടിസ്ഥാനത്തിൽ നമ്മൾ എവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് ഷാജി വിമർശിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ധാരണ കൊണ്ടായിരിക്കും ഞാൻ ചോദിക്കുന്നുണ്ടാവുക സ്വാഭാവികമായിട്ട്. ആ തർക്കങ്ങളൊക്കെ അനുവദിക്കുന്നു എന്ന് പറയുന്നൊരു ജനാധിപത്യം അദ്ദേഹം എന്നോട് കാണിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തോടും ആ ബഹുമാനത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഞാനൊരാളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് വരെ നിങ്ങൾ എൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാലേ സ്റ്റേജുമ്പോൾ കയറുമ്പോൾ കുഴപ്പമേ ഉള്ളൂ. ഒരു കാല് കയറ്റി വെച്ചിട്ട് കുഞ്ഞാൽ സാഹിബിൻ്റെ മുമ്പിലൊന്നും ഞാൻ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. അത് അവരങ്ങനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യും. പറയാനുള്ളത് പറയാന്നുള്ളത് എൻ്റെ ഒരു പ്രശ്നമാണ്. അതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പക്ഷേ ഈ അകലമൊക്കെ ഉണ്ടെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷാജി വരുമ്പോൾ ഭയങ്കര കയ്യടിയാണ് ലീഗിൻ്റെ വേദികളിൽ. ആ കയ്യടികളെ, ആ പിന്തുണയെ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത്? പാർട്ടിയുടെ ഒരു പൊതുവികാരം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയെ ഞാനാണ് സെർവ് ചെയ്യുന്നതെന്ന് തോന്നാറുണ്ടോ? ഇല്ല, എനിക്കത് ഭയമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ എല്ലാ കപ്പാസിറ്റികളും എനിക്കറിയാം. ഈ ആളുകൾ ചിലപ്പോഴൊക്കെ കൈയടിക്കുമുണ്ടാവുന്ന അമിതമായ പ്രതീക്ഷയെ എനിക്ക് വലിയ ഭയമുണ്ട്. അത് ഞാനൊരു ഒരു സ്റ്റൈലിന് വേണ്ടി പറയുന്നതല്ല. പടച്ചവൻ സാക്ഷി എനിക്കതിൽ ഭയങ്കര ഭയമുണ്ട്. അതെന്നെ കൂടുതൽ ഇങ്ങനെ ബേജാറാക്കലാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വലിയും. അതുവരെ എല്ലാ നേതാക്കന്മാരൊക്കെ പറയും ഷാജി പെട്ടെന്ന് അപ്രത്യക്ഷമാവും, വന്നിട്ട് 2 കുഴപ്പമുണ്ടാക്കിയിട്ട് പിന്നെയും ഞാൻ അപ്രത്യക്ഷ. എന്നെക്കുറിച്ച് അങ്ങനെ പറയുക. ഒരാഴ്ച നിറഞ്ഞാൽ പിന്നെ എന്നെ കാണൂല എന്ന് പറയും. ഞാൻ ഒന്നങ്ങ് വലിഞ്ഞിക്കലാണ്. അല്ലാതെ അത് ആഘോഷിക്കാൻ നിൽക്കാറില്ല. ഞാനൊരു സ്റ്റേജിൽ പേക്ക് കൂടെ പതുക്കെ വന്ന് കയറും. വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ വന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ നിൽക്കലില്ല. പ്രത്യേകിച്ച് നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് അടുക്കാറില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ കൈയടിച്ചാലൊക്കെ ഉണ്ടാവുന്ന ഒരു വിഷമം എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ സംഘാടകരോട് ചോദിച്ച് പതുക്കെ പോയിട്ട് സ്റ്റേജിലേക്ക് വലിഞ്ഞു കയറി കുത്തിറുക്കുകയൊക്കെ ചെയ്യുക. ഞാനതിനെ എൻജോയ് ചെയ്യാറില്ല. പക്ഷേ അതെന്നെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാക്കാറുണ്ട്. എന്നെ അത് ഭയപ്പെടുത്താറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി വളരെ ദിവസങ്ങളേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. മാസങ്ങളെന്നുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും. അപ്പോൾ സാധാരണ നിലയ്ക്ക് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കേണ്ടത് എവിടെയാണെന്ന് തീരുമാനിക്കുക, അവരോട് ഗ്രൗണ്ടിൽ ആക്റ്റീവ് ആകാനുള്ള നിർദ്ദേശം കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഷാജിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണോ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ അങ്ങനെ മത്സരിക്കുകയാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നതിൽ ഇപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തം കിട്ടിയാൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയായിട്ട് അത് ഏറ്റെടുക്കും. അതിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു പാക്കേജ് പാർട്ടിയോട് പറയുന്നുണ്ട്. ഒരു പാർട്ടിയുടെ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള അത് നിർവഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ടാണ്. ഇരവിപുരം, അഴീക്കോട് ഒക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അങ്ങനത്തെ ഒരു വില കഴിഞ്ഞ തവണ തോറ്റുപോയപ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് ഹാപ്പിയാണ്. ഈ 5 വർഷം എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സമയമൊക്കെ ആയിരുന്നു. ഞാൻ ഒരു വിശ്വാസിയായതുകൊണ്ട് അള്ളാഹു അത് ഹൈറായിട്ട് തന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. അതുകൊണ്ട് ഇനി മത്സരിക്കാൻ പോകുന്ന ഇടത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല തീരെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് UDF വരുമെന്ന് അതിൻ്റെ അണികൾ, അതിൻ്റെ സിമ്പതൈസേഴ്സ് എല്ലാവരും വിചാരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഒരു MLA ആവുകയെന്ന് വെച്ചാൽ പിന്നെയും വേറെ ക്ലെയിമൊക്കെ ഉന്നയിക്കാൻ വരുന്നൊരു സമയമാണ്. അത് ഒഴിവാക്കി നിർത്തിയിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി പദവി കിട്ടുകയാണെങ്കിൽ അവിടെയാണ് കൂടുതൽ പണിയെടുക്കാനുള്ളതെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടിക്ക് അകത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങളുടെ സുഖം എന്തായാലും എൻ്റെ ഒരു എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറയണത് ഏത് സെൻസിൽ വരുന്ന അറിയില്ല. 10 വർഷത്തെ MLA ആയതിനു ശേഷം
ഞാൻ ഇന്ന് വരെ തിരുവനന്തപുരത്ത് പോയത് ഒരു മാതൃഭൂമിയുടെ പരിപാടിക്ക് മാത്രമാണ്. ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് ആ വഴിക്ക് പോയിട്ടില്ല. ഒരു കാലത്ത് 10 വർഷത്തിന് ശേഷമായിട്ട് ഈ 5 കൊല്ലം ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. 10 കൊല്ലം MLA ആയി ആ സമയത്ത്. അന്ന് സഭയിൽ പങ്കെടുക്കാൻ പോയതേ ഉള്ളൂ. ആ സഭയിലേ പങ്കെടുക്കാൻ പോവുള്ളൂ. ഒരു സഭ ഞാനും മുടങ്ങിയിട്ടില്ല. പങ്കെടുക്കും, ഞാൻ തിരിച്ചു വരും. ഇങ്ങനത്തെ കാര്യങ്ങളിൽ എൻ്റേതായ ഞാൻ ഇന്ന് വരെ എന്താ പറയുക, ഒരു സൗകര്യങ്ങളൊന്നും സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം ഞാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഈ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളൊന്നും ഞാൻ വേറെ തരത്തിലുള്ള ഈ MLA പ്രിവിലേജ് ഒന്നും ഒരു സാധനം ഞാൻ എനിക്ക് എൻ്റെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിലായി. ഞാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, സുഹൃത്തുക്കളൊക്കെ അവർക്ക് നിർബന്ധിത സാഹചര്യങ്ങൾ വാങ്ങിയിട്ടൊക്കെ ഉണ്ടാവാം. അതിന് മോശമൊക്കെ ഇവനൊരു വലിയ ഇതായിരിക്കും. എൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ 10 കൊല്ലത്തിന് ശേഷമുള്ളൊരു MLA പദവി അതിനകത്ത് എന്തെങ്കിലും എൻജോയ് ചെയ്യാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി പൊസിഷനിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊരു രസമുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമയം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഞാൻ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന എൻ്റെ ഒരു കാലയളവ്. സെക്രട്ടറി ആയി, പിന്നെ പ്രസിഡൻ്റായി. അതായിരുന്നു എനിക്കതാണ് ഇപ്പോഴും ഇഷ്ടം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം KM ഷാജി ടോട്ടൽ ലീഗ് നേതാക്കളെ എടുത്താൽ ഡിഫറെൻറ്റ് പൊസിഷനും ഡിഫറെൻറ്റ് വേ ഉള്ള ഒരാളാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്, അങ്ങനെ വർത്തമാനം പറഞ്ഞ ഒരാളാണ്. പാർട്ടിയെയും അതിൻ്റെ ലൈനിലൊന്ന് മാറ്റിപ്പണിയേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണോ അതിൻ്റെ ഒരു കീ പൊസിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? ലീഗിനെ ഒന്ന് കുറച്ചുകൂടി പൊളിറ്റിക്കലി ഒന്ന് സ്ഫുടം ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ടാണല്ലോ. അല്ലെങ്കിൽ പഴയ പാർട്ടിക്ക് ഇങ്ങനെ കാലത്തിനനുസരിച്ച് നേതാക്കന്മാർ വരേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടിക്കകത്ത് പാർട്ടിയെ സ്ട്രക്ചറലൈസ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. പുതിയ കാലത്തോട് സംവദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ കുറേ കൂടെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കാലങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ നിന്ന് മുസ്ലിം കുട്ടികൾ പഠിച്ചിറങ്ങി വരുന്ന കാലത്തെ സ്വപ്നം കണ്ടു തുടങ്ങിയ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. ആ കാലത്ത് നിന്ന് മുസ്ലിം പെൺകുട്ടികൾ പോലും എവിടെ എത്തി? അവരുടെ വളർച്ചയുണ്ട്. അവരെ മോണിറ്ററൈസ് ചെയ്യേണ്ടതുണ്ട്. സമുദായത്തിൻ്റെ ബാധ്യതയാണ്. അവരിങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ പോരാ. പ്രൊഡക്റ്റീവ് ആകണം. രാജ്യത്തിന് ഗുണപരമായിട്ട് അവരെ മാറ്റിയെടുക്കണം. പുതിയ തലമുറയിലെ കുട്ടികളോട് സംസാരിക്കുന്ന ഭാഷ പോലും നമുക്ക് കൈമോശം വരുന്നൊരു സമയമാണ്. അവരുടെ ഭാഷ, അവരുടെ ലാംഗ്വേജ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പം അവരൊക്കെ ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലേക്കും ചുറ്റുപാടുകളിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ ബാധ്യത അതിനകത്തുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് പാർട്ടിയെ കാലത്തിനനുസരിച്ച് പണിതെടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയാൽ അതിനുള്ള ശ്രമം നടത്താലോ. അതൊരു രസമുള്ളൊരു കാര്യമല്ലേ. വളരെ ഡിഫറൻ്റായിട്ട് കുറേ ആളുകളെ നമുക്ക് ഇടപെടാൻ പറ്റുക, അവരോട് പാർട്ടിയിലേക്ക് അവരെ ആകർഷിപ്പിക്കാൻ പറ്റുക. അങ്ങനെയൊക്കെ ഉള്ള കുറേ സ്വപ്നങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ട്. ഈ ലീഗ് ഒരു തങ്ങൾ സുപ്രീമസിയിൽ പ്രവർത്തിക്കുന്ന, എല്ലാ തീരുമാനങ്ങളും പാണക്കാട്ടെ തറവാട്ടിലെടുക്കുന്ന ആ നിലയ്ക്കുള്ളൊരു കേന്ദ്രീകൃത സ്വഭാവമുള്ള പാർട്ടിയാണ്. അതിൽ വിപ്ലവം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഫ്രീ ഹാൻഡ് കിട്ടുക പോലുള്ള കാര്യങ്ങളുണ്ട്. അതെന്തുമാത്രം എളുപ്പമുള്ള കാര്യമായിരിക്കും? എനിക്കതിലത്തൊരു പ്രയാസം തോന്നുന്നില്ല. കാരണം ഈ പാണക്കാട് കുടുംബം ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയല്ല ലീഗ്. തീരുമാനങ്ങൾ എടുക്കാൻ ഒരാളെ ഓതറൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിക്കുകയാണ്. അത് തങ്ങളെ തന്നെയാണ് ഏൽപ്പിക്കാറ്. പക്ഷേ തങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവരതിൻ്റെ മാക്സിമം ഡിസ്കഷനുകൾ പൂർത്തീകരിച്ചിരിക്കും. മുഷാവറകൾ നടക്കും. എല്ലാ തരത്തിലും നമ്മളെപ്പോലൊക്കെ നിസ്സാരപ്പെട്ട ആളുകളോട് വരെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ടെടുക്കുന്ന തീരുമാനമാണ്. എല്ലാ തീരുമാനവും ശരിയാവണമെന്നില്ല. പക്ഷേ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏകപക്ഷീയമൊന്നല്ല. ലാസ്റ്റ് ഫേസിലേക്ക് പോയാലേ, നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് വലിയ ശുഭവിശ്വാസത്തോടെ ഇപ്പം മുന്നോട്ട് പോവാണ്. അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു പാർട്ടി, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ എന്തുമാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? നിങ്ങൾ പ്രിപ്പയർഡാണ്? ഇപ്പോൾ നിങ്ങൾ ജയിച്ചാൽ ഒരു പ്ലാൻ, കോൺഗ്രസിൻ്റെ പ്ലാൻ ഉണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത്ര മന്ത്രിമാരെ അലോക്കേറ്റ് ചെയ്യുന്നു. അതിനപ്പുറം അടുത്ത ഒരു 5 വർഷം ഭരണം കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അവരുടെ വളരെ ദീർഘദർശനത്തോടെയും കാഴ്ചപ്പാടോടെയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ലീഗിന് അങ്ങനൊരു പ്ലാൻ ഉണ്ടോ? അതോ മത്സരിക്കുക, ജയിക്കുക എന്നതിലാണോ ഇപ്പോൾ ഊന്നൽ? ഞങ്ങൾ ഈ കഴിഞ്ഞ കമ്മിറ്റിക്കകത്ത് പോലും ഞങ്ങൾ ഈ വിഷയം ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ലീഗ് എടുക്കുന്ന വകുപ്പുകളെക്കുറിച്ച് പോലും എത്രത്തോളം നമ്മൾ അവെയർ ആവണം, എന്തിനു വേണ്ടി എടുക്കണം. കണക്കുകൾ പറയാന്നുള്ളതല്ലോ കാര്യം, എന്തിനു വേണ്ടി ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയും വലിയ ബുദ്ധിപരമായ ആലോചന ഒന്നും വേണ്ട. കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കേരളത്തെ കമ്പയർ ചെയ്തിരുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസിനോടൊക്കെയാണ്. അവരോടൊക്കെ മത്സരിക്കണം, അവരുമായിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ ചുരുങ്ങി നേരത്തെ മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് കുട്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ തമാശ ഒഴിച്ച് നിർത്തിയാൽ ഇപ്പം നമ്മൾ ചുരുങ്ങി വന്നിരിക്കുന്നത് ആന്ധ്ര കണ്ടില്ലേ, അതിനേക്കാൾ ഭേദമല്ലേ, തമിഴ്നാടിനേക്കാൾ മെച്ചമല്ലേ എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മൾ
ചുരുങ്ങി വരികയാണ്. ഒരു കാര്യം പ്രധാനപ്പെട്ട ഒറ്റ കാര്യം ഞാൻ പറയാം. കുറേ കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ അടയാളം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ വെൽഫെയർ. ഈ 3 കാര്യങ്ങൾ സർവീസായിരിക്കണം രാജ്യത്തിൻ്റെ. ഇവിടുത്തെ ഒരു പൗരന് സിസ്റ്റത്തോട് അയാൾക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിൽ അത് സർവീസായിരിക്കണം. മറ്റേത് രാജ്യത്ത് പോലും നിങ്ങൾ കാണാം. എന്നാൽ കേരളത്തിൻ്റെ അതൊരു LDFൻ്റെ 10 കൊല്ലത്തെ പ്രശ്നമല്ല കേട്ടോ. ഞാൻ പറയുന്നത് അതിനു മുമ്പ് തന്നെ പതുക്കെ അത് തുടങ്ങി. നമ്മൾ പതുക്കെ 2 ഗവൺമെൻറ് ആയാലും അന്ന് മാറ്റങ്ങളുടെ പ്രശ്നം അതാണ്. സർവീസിൽ നിന്ന് നമ്മൾ മാറി. എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ട് ഇവിടെ അൺഎയ്ഡഡ് ഒരു സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് നമ്മൾക്ക് യാതൊരു വേവലാതിയുമില്ല. പക്ഷേ ഗവൺമെൻറ് സ്കൂൾ ശക്തിപ്പെടുന്നതാണ് സർക്കാരിൻ്റെ കണക്കല്ലേ. ഈ കഴിഞ്ഞ 5 വർഷത്തെ കണക്കിലെടുത്ത് ഞാൻ വന്ന് നിങ്ങളോട് തർക്കിക്കാം. ഭീകരമായി കൊഴിഞ്ഞുപോയി പോകുന്നത്. പിന്നെ അവർ സ്വകാര്യ മേഖലകളിലേക്കാണ്. ഇവിടുത്തെ ആദിവാസികളിൽ പണിയർ വിഭാഗം മാത്രം കൊഴിഞ്ഞു പോകുന്നത് 64%. ഞെട്ടിപ്പിക്കുന്നതാണ്. വയനാട്ടുകാരനോട് എനിക്ക് കണക്കറിയാം. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളുടെ മികവൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. സർവീസുകൾ പൂർണ്ണമായിട്ട് പോയി. കേരളത്തിലെ എഡ്യൂക്കേഷനിൽ നിന്ന് സർവീസ് എടുക്കപ്പെടുകയും ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. ഹെൽത്ത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാൽ 100 രൂപയുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് 65 രൂപ നമ്മൾ കെട്ടണം. ഇപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത്. സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 970-ലാണ് കേരളത്തിൽ എത്ര കടുവകളുണ്ട് എന്ന സെൻസസ് നടത്തിയത്. 2011-ലാണ് നമ്മളെ നാട്ടിൽ അംഗവൈകല്യം വന്ന മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ എത്ര ഉണ്ടെന്ന് കണക്ക് നടത്തിയത്. 2013 ഡോക്ടർ മുനീറിൻ്റെ കാലത്ത്. അതിനുശേഷം ഒരു കണക്കെടുത്തിട്ടില്ല. നമ്മളുടെ നാട്ടിലെ ഈ സോഷ്യൽ വെൽഫെയർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സിസ്റ്റം നമ്മളെ നാട്ടിലെ അപകടപ്പെട്ട് കിടക്കുകയാണ്. ബെഡ് റിഡനായ ആളുകൾ. ഇപ്പോൾ ഒറ്റൊരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുള്ളൊരു വീട്ടിൽ ആ അമ്മയെ നമ്മൾ നോക്കണില്ല. നശിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നത് ആ കുട്ടിയുടെ ജീവിതമല്ല, നോക്കുന്ന അമ്മയുടെ 2 ജീവിതമാണ്. ഒരു ഭർത്താവിന് അറ്റാക്ക് വന്നു. എനിക്കറിയുന്നൊരു ഫാമിലി, ഞാൻ പറയണില്ല, അറ്റാക്ക് വന്നു. ഈ അമ്മക്ക് ഈ കുട്ടിയെ വിട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ ആക്കി കൊടുത്തിട്ടാണ് ആ അമ്മ ആശുപത്രി കിടക്കുന്ന അച്ഛനെ നോക്കാൻ പോണത്. അവരെ നോക്കാവുന്നൊരു ഡേ കെയർ സെൻറ്റർ ഗവൺമെൻറ്റിനില്ല. ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം ചോദിക്കണം. 400 രൂപക്ക് ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് പോകുന്ന നിരവധി ആളുകൾ കോഴിക്കോടുണ്ട്. ഓട്ടോറിക്ഷക്കാർ. അവന് 450 രൂപ കിട്ടുമ്പോഴാണ് അവൻ്റെ ഒരു 50 രൂപ ആവുന്നത്. അവന് ആ വൈകുന്നേരം പോയിട്ട് അരി വാങ്ങിയാൽ അതിൻ്റെ ഒരു പൈസ ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഇവൻ കൊടുക്കുന്ന ടാക്സ് അവന് തിരിച്ചു കിട്ടുന്നുണ്ടോ? ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കിട്ടുന്നില്ലെങ്കിൽ, സ്കൂളുകളിൽ കിട്ടുന്നില്ലെങ്കിൽ, അവൻ്റെ ലൈഫിനൊരു സെക്യൂരിറ്റി ഇല്ലെങ്കിൽ, ഗവൺമെൻറ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ ഞാൻ മാത്രം പറയാൻ. ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ ദീർഘമായിട്ട് പറയണില്ല. നമ്മുടെ സ്വപ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിനോടും കർണാടകയോടും. ആൽബർട്ട് ഐൻസ്റ്റീന് കേരള യൂണിവേഴ്സിറ്റി വരുമ്പോൾ കത്തെഴുതി, നിങ്ങളിതിൻ്റെ VC ആവണമെന്ന്. മലയാളം നമ്മളെ നാടാണ്, കേരളമാണ്. ഐൻസ്റ്റീൻ തിരിച്ച് കത്തെഴുതി, എനിക്ക് വരാൻ പറ്റില്ല. ഐൻസ്റ്റീൻ വരുമോ എന്നുള്ളതല്ല, ഐൻസ്റ്റീൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം കേരളത്തിലുണ്ടായിരുന്നു. അവിടുന്നാണ് തമിഴ്നാട് നോക്കൂ, കർണാടക നോക്കൂ എന്ന് ആശ്വസിക്കുന്ന കേരളമായിട്ട് മാറുന്നത്. അതുകൊണ്ട് കേരളത്തിൽ എനിക്ക് പിന്നെ VD സതീശനൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതീക്ഷ. ഞങ്ങളൊക്കെ നിരന്തരം ഡിസ്കസ് ചെയ്തു പോകുന്നതാണ്. ഈ പറയുന്ന വർഗീയതയും മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നതൊന്നും അല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം. നമുക്ക് നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റായിട്ട് ഈ നാടിനെ കൊണ്ടുവരാൻ സ്വപ്നം കാണുന്ന ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കേരളത്തിലുണ്ട്. അവരുടെ മാത്രം സാധ്യത നമ്മൾ ഉപയോഗിച്ചാൽ മതി. ലോകത്തിലെ മികച്ച സ്ഥാപനങ്ങളുടെ CEO-മാർ മലയാളികളാണ്. അവരോട് മാത്രം ഉപദേശം തേടിയാൽ മതി. ഈ കാണുന്ന ഈ വെറുപ്പുകളും പ്രചാരണമൊക്കെ അതിനപ്പുറത്ത് നല്ലൊരു കേരളം കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ആ പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മുമ്പിലുള്ളത്. ഞാനോടനുബന്ധമായി ചോദിക്കട്ടെ, ഇപ്പം മുസ്ലിം സമുദായത്തിൻ്റെ ബാക്ക്ലോഗ്സ് പരിഹരിക്കാൻ കൂടിയാണ് UDF സർക്കാർ വരേണ്ടതെന്ന് പറഞ്ഞല്ലോ. ആ പോയിന്റിൽ ഇപ്പോഴും നിൽക്കുകയാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ പരിഹരിക്കണമെന്ന് ലീഗ് കണക്ക് കൂട്ടുന്ന സംഗതികൾ എന്താണ്? എവിടെയാണ് ഈ 10 വർഷത്തിൽ സമുദായത്തിന് അവഗണിക്കപ്പെട്ട ഏരിയാസ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട സംവരണം വഴി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കേരളത്തിൻ്റെ വിവിധ തലങ്ങളിലുണ്ട്. വ്യത്യസ്തമായിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടത്തിയിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ട് അതിഭീകരമായ അനോമലിയുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, മുസ്ലിങ്ങൾ മാത്രമല്ല അവഗണിക്കപ്പെട്ടത്, എല്ലാ വിഭാഗങ്ങളിലുമുണ്ട്. ഈ ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.
അങ്ങനെ പരിഗണിക്കാൻ കഴിയുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ എന്തിനാ സർക്കാർ വരുന്നത്? പിന്നെ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്താ അറിയത്, നഷ്ടപ്പെട്ടത് നഷ്ടം എങ്ങനെയാണ്? അവകാശമല്ലേ പോകുന്നത്. അവകാശമില്ലാത്തൊരു കാര്യത്തെ നഷ്ടം എന്ന് പറയുമോ? നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ പോയാൽ അത് നിങ്ങളുടെ 100 രൂപ പോകുമ്പോഴല്ലേ നഷ്ടാവൂ? നിങ്ങൾ മോഷ്ടിച്ചെടുത്ത 100 രൂപ പോകുമ്പോൾ നഷ്ടാവില്ലല്ലോ. ആ നഷ്ടം എന്ന് പറയുന്നത് അവകാശപ്പെട്ടതാണ്. എല്ലാ പൗരന്മാരുടെയും എല്ലാ ജാതിമത വിഭാഗങ്ങളുടെയും അവർക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഞങ്ങളൊരു സമുദായ പാർട്ടിയാണ്. ബേസിക്കലി ഞങ്ങൾ ഈ സമുദായം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ അവയവങ്ങളും രാജ്യത്ത് ശക്തി പ്രാപിക്കണമെന്ന് നമ്മൾ പണ്ട് പറഞ്ഞു പഠിച്ച പോലെ ഞങ്ങളും ഇവിടുത്തെ ഒരു സമുദായമാണ്. ആ സമുദായത്തിന് അർഹതപ്പെട്ടത് കിട്ടണം. അതിനപ്പുറത്ത് മറ്റൊരു സമുദായത്തിൻ്റെ തലമുടിനാരുടെ അവകാശം നമുക്ക് വേണ്ടെന്നല്ല, ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇതുപോലൊരു ഫ്ലോറിൽ എന്നോട് ചൂണ്ടിക്കാട്ടി തന്നാൽ പരസ്യമായി ഞാൻ പുറത്തു പോയിട്ട് അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയും. എനിക്കൊരു മടിയില്ല. കാരണം എന്താ, മടിയില്ല എന്ന് മാത്രമല്ല, അതെൻ്റെ ഡ്യൂട്ടി കൂടിയാണ് തീർച്ചയായിട്ടും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് തന്നെ ഞങ്ങൾ പറയണത്. അല്ലാതെ വേറെ ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, ഏതെങ്കിലും ഒരു സമുദായത്തെ ഒരു വാക്കുകൊണ്ട് നോവിച്ചത്, റാവുത്തർ നന്നായിട്ട് പിന്നെ പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ആളല്ലേ, ഒരു വാക്ക് എന്നെ പറഞ്ഞ് നിങ്ങൾ തിരുത്ത്. എന്നോട് നിങ്ങൾ ചോദിക്കണ മുഴുവൻ സമുദായത്തെ എന്തിനാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്, മറ്റേ വിഭാഗത്തോട് എന്തിനാണ് ഞങ്ങൾ പറഞ്ഞത് ചോദിക്കണത്. മറ്റൊരു സമുദായത്തെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. പറയാത്ത എന്താണെന്നറിയോ, പാടില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ്. അതൊരിക്കലും ചെയ്യില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. ഓക്കെ, ഫൈനലി എനിക്ക് 2 ചോദ്യം കൂടെ ഉള്ളൂ. ഒന്ന്, കെ എം ഷാജി കാസർഗോഡ് മത്സരിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കുന്ന കാര്യം. എന്നാൽ അവിടെ നിന്ന് പരസ്യമായ ചില എതിർപ്പുകൾ പാർട്ടിയിൽ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ താങ്കൾ മത്സരിക്കുന്നെങ്കിൽ അത് കാസർഗോഡായിരിക്കുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ കാസർഗോഡ് ഇപ്പോൾ എറണാകുളത്ത് പറയുന്നുണ്ട്, മത്സരിച്ചുകൂടെയും ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ മത്സരിക്കണമോ എന്നത് തന്നെ പാർട്ടി സത്യത്തിൽ എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും. ഞാൻ ഇന്നലെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ സാദിഖലി തങ്ങളുടെയും കുഞ്ഞാൽ സാഹിബിൻ്റെയും കൂടെയാണ് കൊല്ലത്ത് ഉണ്ടായിരുന്നത്. ഒരുമിച്ച് രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അതിനിടയിൽ പല തമാശയും പറഞ്ഞു. ഞാൻ പുറത്ത് മകൻ്റെ അടുത്ത് പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ ലിസ്റ്റ് ഇടുമ്പോൾ എന്നോട് ചോദിച്ചിട്ടേ ഇടാവൂ എന്നൊക്കെ തമാശക്കൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഷാജിയെ നോക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ മണ്ഡലത്തിൽ പ്രശ്നമുണ്ടല്ലോ, ഈ പിന്നെ എൻ്റെ ഒരു ഇറച്ചിക്ക് കുറച്ചൊരു മധുരമുള്ളത് കൊണ്ട് ആളുകളിങ്ങനെ അതിൻ്റെ പുറകിൽ കൂടുന്നുണ്ട്. അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കുന്നത്, ബാക്കിയുള്ളവരുടെയൊക്കെ ഏതാണ്ട് ആൾക്കാരുടെയൊക്കെ പേരും മണ്ഡലമൊക്കെ കേൾക്കുന്നു. പക്ഷേ ഈ ഷാജിയെ പോലെ വളരെ ഒരു ഫ്രണ്ട് ലൈൻ ലീഡറുടെ പേരിൽ മാത്രം ഈ ആശയക്കുഴപ്പം അവസാന നിമിഷം എനിക്ക് എന്തുകൊണ്ടാണ്? അതിലൊരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ എല്ലാ മണ്ഡലത്തിലും പറയുന്നു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ഒരു മണ്ഡലത്തിൽ മാത്രം അങ്ങനെ പറയുന്നില്ലല്ലോ. ഷാജി ഇന്നടുത്ത് വന്ന് മത്സരിക്കുന്നു എന്ന് പറയുന്നില്ല. താങ്കൾ അങ്ങനെ നോക്കി വെച്ചിട്ടില്ല എവിടെയെങ്കിലും? ഞാൻ നോക്കി വെച്ചിട്ടില്ല, തീർച്ചയായിട്ടും നോക്കി വെച്ചിട്ടില്ല. ഞാൻ പറയാൻ വേണം, മത്സരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞാൽ അത് ആ കോൺസ്റ്റിറ്റ്യുവൻസി നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് നേരത്തെ അറിയണമല്ലോ. നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ക്രീനിങ് കമ്മിറ്റി അത്തരം സംഗതികളൊന്നും ഓൺ ആയിട്ടില്ല ഇതുവരെ? അല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള കാര്യങ്ങളിൽ ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ഓരോന്ന് ആരൊക്കെ പരിഗണിക്കാം, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ. ഇപ്പോൾ പലതരം ഇഷ്യൂസുകളുണ്ട്. യങ്സ്റ്റേഴ്സിൻ്റെ ഡിമാൻഡുകളുണ്ട്. സ്ത്രീകളെ കൊണ്ടുവരേണ്ടത് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിലാണ് നിർത്തിയത്, തോറ്റുപോയി. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ വെച്ചിട്ട് മാത്രമേ കാൻഡിഡേറ്റ്സിനെയും കൂടെ പിന്നെ ആ നിലയ്ക്കുള്ള അക്കോമഡേഷൻ ഇത്തവണ ഇതിലും ഉണ്ടാവുമോ? ഈ സ്ത്രീകൾ, യുവാക്കൾ എന്തായാലും ഉണ്ടാവും, സംശയമില്ല. ഇപ്പം യുവാക്കൾക്ക് പരിഗണന ഉണ്ടാവും. ഞങ്ങളുടെ പിന്നെ പഞ്ചായത്തുകളിലൊക്കെ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. നല്ല ലിസ്റ്റ് എന്തായാലും. ഞാൻ വിചാരിക്കണത് സാദിഖലി തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യവും രീതികളൊക്കെ ഉണ്ട്. നല്ല ലിസ്റ്റ് തന്നെയാണ് ഇപ്രാവശ്യം വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫൈനലി CPM-നെ വിമർശിക്കും പലപ്പോഴും പരിധി കവിഞ്ഞു പോകുക. CPM-ഉമായിട്ടുള്ള തങ്ങളുടെ ആശയപരമായിട്ടുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വൈരാഗ്യബുദ്ധി പലപ്പോഴും പ്രകടമാകുന്നുണ്ട്. അത് തലശ്ശേരി കലാപത്തിൽ പിണറായി വിജയൻ്റെ സഹോദരൻ പങ്കാളിയാണ് എന്നൊക്കെ പറയുന്നതിന് പിന്നിലെ വസ്തുതാപരമായ പിൻബലമുണ്ടോ? അതിന് കമ്മീഷൻ റിപ്പോർട്ടിനകത്തൊന്നും കാണാത്ത കാര്യങ്ങൾ താങ്കളൊരു പൊതു രംഗത്തെ വേദിയിൽ ആവേശത്തോടെ പ്രസംഗിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലേ? വസ്തുതാപരമായ കാര്യങ്ങളില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം എന്താ അറിയോ, എന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പച്ച തെറി വിളിച്ചുകൊണ്ടൊക്കെ വന്ന പോഡ്കാസ്റ്റുകളും മറ്റൊക്കെ കുറേ ഉണ്ട്. അതിനകത്തൊക്കെ അവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, പിണറായി പാറപ്പുറത്തെ പള്ളി പൊളിക്കണത് കമ്മീഷൻ പറയണത് രാത്രി പൊളിച്ചു, അപ്പോൾ ഈ കൂട്ടാക്രമണം ആയതുകൊണ്ട് പരിക്ക് പറ്റരുതെന്ന് കരുതി പിറ്റേ ദിവസം പോയിട്ടാണ് സുഖമായിട്ട് പള്ളി പൊളിച്ചു മാറ്റുന്നത്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ആർക്കില്ല. ജനസംഘമാണ് എന്ന് പറഞ്ഞു എന്നാണ് കമ്മീഷൻ. പക്ഷേ അതിലെ പ്രതി കുമാരനാണ്. അല്ലാരാ? അത് പറഞ്ഞു തന്നാൽ മതി. എൻ്റെ ചോദ്യം അതിനിങ്ങനെ CPM അല്ല ജനസംഘാണെന്നല്ല എൻ്റെ ചോദ്യം. ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രതി ആര്? കുമാരൻ ആരാണ്? പിണറായി വിജയൻ്റെ സഹോദരനാണ്. എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്താ കേസ് കൊടുക്കാത്തത്? രണ്ടാമത്, മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്
മറ്റേ ആൾ കള്ളുഷാപ്പിൽ നിന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. തലശ്ശേരിയിൽ മൂക്ക് കീഴ്പ്പെട്ടുള്ളവർക്ക് മുഴുവൻ അറിയാം. ചരിത്രത്തെ നുണ പറഞ്ഞിട്ട് ഒരു പിന്നെ എന്താണ് പറയുക, ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മാറ്റാം. എൻ്റെ ചോദ്യം ഇതാണ്, അയാൾ കള്ളുഷാപ്പിൽ നിന്ന് എത്രയോ കിലോമീറ്ററിനപ്പുറത്തുള്ള കള്ളുഷാപ്പിൽ നിന്ന് മരിച്ച ഒരാൾ, ഇതുമായൊരു ബന്ധമുള്ളൊരു കലാപം ആ റിപ്പോർട്ടിൽ നിങ്ങളീ പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടിനകത്ത്, വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഒരിടത്ത് പോലും പരാമർശമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? പക്ഷേ വിധേയത്തിൽ കമ്മീഷനെതിരെ ഇയാൾ കള്ളുഷാപ്പിൽ നിന്നാണ് മരിച്ചത് എന്ന പി ടി തോമസിൻ്റെ പ്രസംഗം നിയമസഭാ രേഖയാണ്. പിന്നെ ഞാനിത് വെറുതെ പറയണത്, ഞാനൊരു അതിനെക്കുറിച്ച് പഠിക്കുന്ന എൻ്റെ ഒബ്സർവേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ പിന്നെ കുഞ്ഞനന്തന് പിന്നെ മരിച്ചതിനെക്കുറിച്ച് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, എന്താ കൊടുക്കാത്തത്? നിങ്ങൾ പിന്നെ ഇപ്പോഴും ഞാൻ പറയണത് കണ്ണൂരിലെ CPM, ഞാൻ മൊത്തത്തിലൊന്നും അതിനെക്കുറിച്ച് പറയണില്ല. പിന്നെ തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള, അജി സുധാകരനെ പോലെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ നമുക്കറിയാം. അവരുടെ ആ കമ്മ്യൂണിസം അല്ല കണ്ണൂരിലേത്. സഖാവ് പിണറായി വിജയൻ വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന അത്ര സുന്ദരമായ രാഷ്ട്രീയ സാഹചര്യമൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ പിന്നെ വൈരനിര്യാതനമായ ബുദ്ധി VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമെങ്കിൽ അദ്ദേഹം പലതവണ പറയുകയും നമ്മളൊക്കെ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് അതത്ര ഈസി ആയിട്ടുള്ള മറ്റ് രാഷ്ട്രീയത്തെ പോലെ ലഘൂകരിക്കൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കുഞ്ഞനന്തൻ്റെ മകൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, എന്തേ കേസ് കൊടുക്കാത്തത്? കേസ് കൊടുത്താൽ പോരെ? എൻ്റെ ആരോപണം വളരെ മോശമാണെന്ന് പറഞ്ഞാൽ എന്നെ തെറി പറയാം, ആക്ഷേപിക്കാം. നിങ്ങളുടെ മീഡിയ വണ്ണിൻ്റെ ചാനലടുത്ത് വരുന്ന കമൻറ്റുകൾ താഴേക്ക് നോക്കുകൾ, അതേ കമൻറ്റ് തന്നെ റിപ്പോർട്ടറിലും വരും, അതന്നെ ഏഷ്യാനെറ്റിൽ വരും, അതന്നെ ഈ കൂലിത്തല്ലുകാരായ ആളുകൾ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റിന് എന്നെ കൊടുക്കാലോ, കേസ് കൊടുക്കാലോ. എന്താ കൊടുക്കാത്തത്? ശരി, താങ്ക് യു KM ഷാജി. അപ്പോൾ ഈ അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ KM ഷാജി ഒരു MLA ആയിട്ടാണോ വരാൻ പോകുന്നത്, അതോ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവാൻ പോകുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരും? പാർട്ടിയിൽ നല്ല പൊസിഷൻ കിട്ടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് നല്ല ഓക്കെ, താങ്ക് യു. എനിക്കിഷ്ടം. ഓക്കെ.